Uh, it's a pleasure actually meeting you all. നിങ്ങൾ എല്ലാവരെയും മീറ്റ് ചെയ്യാനും സംബോധന ചെയ്യാനും ഈ അവസരം തീർച്ചയായിട്ടും ഉപയോഗമാവുന്നുള്ള വിശ്വാസത്തിലാണ്. നജീം പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ബ്രീഫ് പറയാം. എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെ പ്രൊഫൈല് 28 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. 29 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയി. As an entrepreneur, as a consultant, as a trainer, as a senior manager, എല്ലാത്തിലും അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷനിലാണ് ഞാൻ ഏകദേശം 21 years, 28 കൊല്ലം 21 കൊല്ലം ഹയർ എഡ്യൂക്കേഷനിലാണ് ഞാൻ വിനിയോഗിച്ചത്. അതിലും പ്രധാനപ്പെട്ട സമയവും സന്ദർഭങ്ങളും ഉപയോഗിച്ചത് DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് വാഗമണ്ണാണ്. അവിടെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസങ്ങളും പലതും വന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടോ കേസ് മെത്തേഡ് ടീച്ചിങ്. ഇപ്പോൾ ഇന്ന് ലോക പ്രശസ്തമാണ്, പല യൂണിവേഴ്സിറ്റിയിൽ പല ഇത്. അപ്പൊ പണ്ട് 2001 ഇത് തുടങ്ങിയപ്പോ അന്ന് സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു MBA പഠിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ, തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ HR അല്ലെങ്കിൽ ടാലന്റ് അക്വിസിഷൻ പഠിപ്പിക്കുക, അത് ആ രീതിയാണ്. പക്ഷെ അന്ന് പ്രൊഫസർ ശ്രീകുമാർ അഞ്ചേരി വാസ് ദി അക്കാഡമിക് ആർക്കിടെക്ട് ഓഫ് DC സ്കൂൾ. അദ്ദേഹം എന്ന് പറഞ്ഞു, വി ഷുഡ് ബ്രേക്ക് ദിസ് നോഷൻ, അതായത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ട്. ഐസ് ബ്രേക്കിംഗ്. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു, കേരളത്തിൽ ഇത് സംഭവിക്കുമോ, ഇതിനൊരു രീതി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു. എന്തു പറഞ്ഞാലും മാനേജ്മെന്റ് കേസസ് ബ്രേക്ക് ചെയ്തു. അത് കേരളത്തിലുടനീളം അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി. IIM അല്ലാതെ വേറൊരു കോളേജും അത്രയധികം പ്രാവീണ്യം കൊടുത്തിരുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു മാനേജ്മെന്റ് കേസസ്. കാരണം മാനേജ്മെന്റ് കേസസ് കൂടെ നമ്മൾ പഠിക്കുക എന്നാണ്, കോൺസെപ്റ്റ്സും എല്ലാം. അല്ലാതെ കോൺസെപ്റ്റ്സ് പഠിച്ചിട്ട് മാനേജ്മെന്റ് കേസ് എടുക്കുക. യു ഷുഡ് ലേൺ ദ അതർ വേ. ദാറ്റ് ഈസ് കോൾഡ് കോസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ ഒരു കോസ്റ്റിനെ അഡ്രസ് ചെയ്യണം ബേസിക്കലി. അത് തന്നെയാണ് ഇന്ന് നമ്മള് സ്വാഭാവികമായിട്ട് ഞാൻ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നജീബ് പറഞ്ഞതനുസരിച്ച് കാരിയർ കൗൺസിലേഴ്സ് ആണെന്നാണ് ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു ഇതില് മനസ്സിലാക്കിയത്. ഞാൻ പ്രധാനമായിട്ട് ഇപ്പോ ആഫ്രിക്കയില് ഒരു 3.5 വർഷം ഉണ്ടായി. അതിനു മുമ്പേ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് മാർക്കോണി ഇറ്റലിയില് റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. ഫ്രാൻസും ഒക്കെ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡൊക്കെ പോയിട്ടുണ്ട്, സെഷൻസ് എടുക്കാനൊക്കെ ഉണ്ട്. ശ്രീലങ്ക പോയിട്ടുണ്ട്, നേപ്പാൾ പോയിട്ടുണ്ട്, UAE പോയിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പോഷർ. പക്ഷെ പ്രധാനമായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ട് ഞാൻ ഇരുന്നിരുന്ന സ്ഥലം ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ അടുത്ത 2050 ഇറ്റ്സ് ഗോയിങ് ടു ബി ഡെസ്റ്റിനേഷൻ ആഫ്രിക്ക. ഇപ്പൊ 2023 അവസാനിക്കാറായി. അടുത്ത 27 കൊല്ലം കൊണ്ട് ഗോൾഡ് മൈൻസ് പോലെയാണ്. അവിടെ റിസോഴ്സ് ധാരാളമുണ്ട്, പക്ഷെ റിസോഴ്സസ് ആരും ടാപ്പ് ചെയ്യാൻ ആരുമില്ല. ഹാർഡ്ലി 2% ആൾക്കാരും കൂടി അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കാരിയർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയാണ് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ. ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയാണ്, ലൈബീരിയ എന്ന് പറഞ്ഞാണ്. ലൈബീരിയ എന്ന് പറയുമ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയുടെ വൺ ഓഫ് ദ പൂറസ്റ്റ് കൺട്രീസ് ഒന്നാണ്. എന്നെ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്റെ ചെയർമാൻ ഉണ്ട് ദേവ് വരിയാനി. ആരും പോവില്ല ലൈബീരിയ എന്ന് കയറുമ്പോൾ. ഹ്യൂമൻ ഫ്ലഷ് ഗൂഗിളിൽ നോക്കിയാൽ മതി, ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഹ്യൂമൻ ഫ്ലഷ്, സത്താന്റെ മാതിരി ആൾക്കാരെ കൊല്ലുക, രക്തം കുടിക്കുക, അതൊക്കെ കാണുള്ളൂ. പക്ഷെ ലൈബീരിയ അങ്ങനെയൊന്നുമല്ല. ലൈബീരിയ ധാരാളം മലയാളീസ് ഉണ്ട്. അവിടെ മലയാളി ക്ലബുകളുണ്ട്, ക്രിക്കറ്റ് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല ഇതാണ്, ധാരാളം മലയാളീസ് ഉണ്ട്. അപ്പൊ ആ സ്ഥിതിയൊക്കെ മാറിയിട്ട് അപ്പൊ ദേവ് സാർക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്താൻ വേണ്ടി സാർ എനിക്ക് 10-26 വീഡിയോസ്, പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് അയച്ചു ലൈബ്രറിനെ പറ്റി. ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല, പക്ഷെ സാർക്ക് അത് സാറിന്റെ മാർക്കറ്റിംഗ് ആയിരുന്നു. ചെയർമാൻ ആക്ച്വലി ഹാഡ് ടു മാർക്കറ്റ് ടു ബി ഫോർ മീ ടു ബി ലൈബ്രറി. അതുപോലെയാണ് ഇത് കാരിയറും നമ്മൾ മാർക്കറ്റ് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇപ്പൊ ധാരാളം
ഇന്ത്യയിൽ നിന്ന് ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാമ്പസ് അബ്രോഡ്, സ്റ്റഡി അബ്രോഡ്, നിങ്ങളൊക്കെ അത് അഭിമുഖീകരിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഇന്ത്യയിൽ നിന്ന് പോകണമെന്നാണ് ആഗ്രഹം. എല്ലാവർക്കും സ്റ്റഡി അബ്രോഡ്. ഇപ്പൊ നാളുണ്ടായിരുന്നു കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എത്രയോ ആൾക്കാർ ഒരു ദിവസം പോയി എന്നാണ് ഈ പേപ്പറിലൊക്കെ ഉണ്ടായത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ എൻ്റെ ഒരു ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അപ്പൊ ചെറിയൊരു രീതിയിൽ എനിക്ക് ചെറിയൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ട്. ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ജനറൽ അല്ലാത്ത കാര്യങ്ങളും രണ്ടും ഉണ്ട്. അപ്പൊ അതൊന്ന് പ്രസന്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ ഷെയർ ചെയ്യാണ് സ്ക്രീൻ ഉണ്ടാവും. ഇത് കാണാണ്ടോ നജീം? കാണാണ്ടോ? ഹലോ, താങ്ക് യു. അപ്പൊ എന്റെ ടോപ്പിക് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് വെച്ചാൽ കാരിയർ സസ്റ്റൈനബിൾ വാല്യൂ ആൻഡ് കോൺട്രിബ്യൂഷൻ. ശരിക്കും എന്താന്ന് വെച്ചാൽ ഒരു ടോപ്പിക് വന്നപ്പോ സസ്റ്റൈനബിൾ വാല്യൂ ശരിക്കൊരു ആധികാരികമായിട്ടുള്ള കാഴ്ചപ്പാട് നോക്കും. നമ്മൾ ഒരു കാരിയർ എപ്പോഴും സസ്റ്റൈനബിൾ ആവും. കാരിയർ സസ്റ്റൈനബിൾ വാല്യൂബിൾ ആണ് ഏതൊരു വ്യക്തിയുടെയും. പക്ഷെ ആ സസ്റ്റൈനബിൾ ആവണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്രത്തോളം അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ വളരെ നിസ്സാരമായിട്ടൊരു ഉദാഹരണം എടുക്കാം, വളരെ സിമ്പിൾ ആയിട്ട്. ഒരു മാത്തമാറ്റിക്സ് റിസൾട്ട് വന്നു. ഇപ്പോ നമ്മളൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ 10ല് 8 എന്നുള്ള ഒരു വാല്യൂ ഒരു ഫോർമുലയ്ക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ 8 എന്നുള്ള ഒരു കുട്ടി എടുക്കുമ്പോൾ റിസൾട്ട് വന്നാൽ അമ്മയെ എനിക്ക് അല്ല സാർ എനിക്ക് 8 കിട്ടി, അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിന് മുന്നോട്ടൊന്നും ഇല്ല. നേരെ മറിച്ച് ആ 8ന്റെ കാര്യം 8 ഏത് രീതിയിൽ ഡെസിഷൻ എടുക്കാൻ പറ്റും 8 കൊണ്ട്, വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് ഡെസിഷൻ യു ക്യാൻ ടേക്ക് എന്നാണ്. ദാറ്റ് ഇസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഈറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുപോലെയാണ് നമ്മുടെ കാരിയർ. നമ്മൾ എത്രത്തോളം നമ്മുടെ കാരിയറിന്റെ വാല്യൂ ഉണ്ട്. നമ്മളിപ്പോ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയും 28 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം. അതല്ല കാരിയർ. നമുക്ക് ചില ആൾക്കാർ 3 കൊല്ലമാവും, ചില ആൾ 5 കൊല്ലം. സ്റ്റാർട്ടപ്പ് ഒക്കെ നോക്കി എത്രത്തോളം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട്. ഇപ്പോ ബൈജൂസ് വന്നു, എത്ര രീതിയിലാണ് അത് കോൺട്രിബ്യൂട്ട്, എത്ര ആൾക്കാർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ശരിക്കും ഹ്യൂമൻ ക്യാപിറ്റൽ എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ സമൂഹത്തിന് പേഴ്സണലായിട്ട്, നമ്മളിപ്പോ സമൂഹം നോക്കണ്ട, ആദ്യം നമ്മൾ സ്വന്തം ശരിയാവുക, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം. ആ പേഴ്സണൽ വാല്യൂ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടെന്നാണ്, ഇമ്പാക്റ്റ് ആണ് ബേസിക്കലായിട്ട് നോക്കുന്നത് ഏതൊരു ഇതും. അപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ ജോലി എന്നുള്ളത് എ ജോബ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് എ ജോബ് എന്നുള്ള രീതിയിലാവരുത്. It should be a job which can create an impact for him or her, for his family, as well as for his society. നമുക്ക് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടാവാം, മോറൽ ആയിട്ടാവാം, സൈക്കോളജിക്കൽ ആയിട്ടാവാം, പല രീതിയിലാവും. അപ്പൊ ഒരു കാരിയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ട് മുന്നോട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു
ഓക്കെ, പ്രിഫേസ് എന്ന ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഓവർ ദി ലാസ്റ്റ് ഡെക്കേഡ്, കഴിഞ്ഞ ഒരു ഡെക്കേഡില് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ടെക്നോളജിയുടെ പ്രോളിഫറേഷൻ എത്രത്തോളം വലുതായി, ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റവും എല്ലാം. അതിന്റെ കാരണം ഒരു ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ആണ്, കോവിഡ്. അത് ശരിക്കും കോവിഡ് എത്രത്തോളം ആൾക്കാർക്ക് അത് മനസ്സിലായി എന്നറിയില്ല. ഇപ്പൊ അതിന് ഇമ്പാക്ട് ഒന്ന് ആലോചിച്ചു. ഹെൽത്ത്, അപ്പൊ കാരിയറിന്റെ ഇപ്പൊ IT എന്നുള്ള ഇന്ന് പോലും ഇൻഫോർമേഷൻ ടെക്നോളജി ആൾക്കാര് തിരിച്ച് ജോലിക്ക് പോകാനായിട്ടുള്ള വിമുഖത ഇപ്പോഴും ഉണ്ട്. അതായത് ഓഫീസിൽ പോയിട്ട് ചെയ്യാന്ന് മിക്ക ആൾക്കാരും ഹൈബ്രിഡ് ജോബ് എന്നാണ് മിക്ക, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മിക്ക ആൾക്കാരും എന്താ, വർക്ക് ഫ്രം ഹോം ആണോ, റിമോട്ട് ഇതാണോ, എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ള രീതിയിലാണ് കാരിയർ. അപ്പൊ കാരിയറിന്റെ കംപ്ലീറ്റ് ട്രജക്ടറിക്ക് ടോട്ടലി ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്തുണ്ടെങ്കിലും ക്രാഫ്റ്റിംഗ് എ സസ്റ്റൈനബിൾ കാരിയർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. ഒരു കാരിയർ കൗൺസിലിനെ സംബന്ധിച്ചോളം ഒരു വ്യക്തിയുടെ ഏതൊക്കെ രീതിയിൽ ആ കാരിയർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ അത് മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായിക്കാൻ പറ്റും, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാനിപ്പോ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും പോയി, എന്നാലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് പറയാം പ്രോസ്പെക്ട്സിനെ പറ്റി. ആഫ്രിക്കയില് ഞാൻ നേരത്തെ പറഞ്ഞു വെസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്കയൊക്കെ ഉണ്ട്. പക്ഷെ സൗത്ത് ആഫ്രിക്കയാണ് ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് ചോയ്സ് കാണുന്നത്. കാരണം ആഫ്രിക്ക, ഞാൻ നേരത്തെ 2050 അവിടെ ഗോൾഡ് മൈൻസ് ആണ്. ഇപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ലൈബീരിയയില്, ഇപ്പൊ ലൈബീരിയ IT ചെറിയൊരു അവിടെ കറണ്ട് ഇല്ല, പണ്ടത്തെ ദുബായിന്റെ പോലെയാണ്, പല ബുദ്ധിമുട്ടുകളും നമ്മള്. പക്ഷെ എന്നാൽ പോലും എത്രയോ മലയാളീസ് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. കാരണം എന്താ, US ഡോളേഴ്സിന്റെ വാല്യൂ ആണ് ഇന്ത്യൻ ഇന്നത്തെ 83.6, 83 ആ ലെവലിലേക്ക് പോകണം. അപ്പൊ ഒരു ഗൾഫിലോ അല്ലെങ്കിൽ പുറമേ ഇരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഡോളേഴ്സ് അല്ലെങ്കിൽ യൂറോസ് അല്ലെങ്കിൽ ദിറംസ് ഉണ്ടാക്കാൻ ഒരു വ്യക്തിപരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് വളരെ ആൾക്കാർക്ക്, പക്ഷെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ സൗത്ത് ആഫ്രിക്ക വളരെ അപ്പീലിംഗ് ആണ്. പക്ഷേ ആഫ്രിക്കയിൽ എന്താന്ന് വെച്ചാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, പ്ലസ് റിസ്കിന് വേണ്ടി മിക്ക ജോലികൾക്കും എംപ്ലോയേഴ്സ് അധികം പൈസ കൊടുക്കും. കാരണം റിസ്ക് ഫാക്ടർ ഇസ് വെരി ഹൈ. ഇഫ് യു ഫോർ എക്സാമ്പിൾ യു ഗോ ടു നൈജീരിയ, യു ഗോ ടു എ പ്ലേസ് ലൈക്ക് സൊമാലിയ അല്ലെങ്കിൽ റുവാണ്ട. ഇപ്പൊ ലൈബീരിയ തന്നെ ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സിയറലിയോണിൽ എന്നാലും ഗൺ ഷോട്ട്സ് ഒക്കെ ഉണ്ടായി. ഏതോ ഈയിടെ ലൈബീരിയയില് എലക്ഷൻസ് ഉണ്ടായി, പേടി ചെയ്യുന്നു എന്താ നടക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും റിസ്കിലാണ് പല ആൾക്കാരും ജോലി ചെയ്യുന്നത്. ഞാൻ 3.5 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് യൂറോപ്പിൽ നോക്കൂ, അവിടെ ഹൈ എംപ്ലോയ്മെന്റ് റേറ്റ് 69.3%. കാരണം ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് ഏറ്റവും അധികം ജോലി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് യൂറോപ്പ്. യൂറോപ്പ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൂടി. ഇപ്പൊ ന്യൂസിലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട്, ഫിൻലാൻഡിലൊക്കെ ന്യൂസിലാൻഡില് തേഴ്സ്ഡേ വരെ വർക്ക്, 4 ദിവസം വർക്ക് ഈയിടെ. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ യു എൻജോയ്. നേരെ മറിച്ച് ഈയിടെ നാരായണമൂർത്തി സാർ പറഞ്ഞു, ഇവിടെ ഇന്ത്യയില് 72 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നാണ് ആൾക്കാർ, അത്രയും വർക്ക് ചെയ്യണമെന്നാണ്. അതിൻ്റെ ഡിബേറ്റ്സ് ഒക്കെ നടക്കുന്നത്. പക്ഷേ യൂറോപ്പിലെ ആൾക്കാർക്ക് വളരെ, കാരണം പല എൻവയറമെന്റ് ഫ്രണ്ട്ലിയാണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാ രീതിയിലും. നേരെ മറിച്ച് ആഫ്രിക്കയിൽ അത് വളരെ മോശമാണ്. പക്ഷേ ആഫ്രിക്കയിൽ റിസ്ക് എടുത്ത ആൾക്കാർ പോകാൻ തയ്യാറാണ്. ഇതൊരു ആൾക്കാർ കൗൺസിലിംഗ് ആൾക്കാർക്ക് മനസ്സിലാകേണ്ട കാര്യം. ഓസ്ട്രേലിയയിലാണെങ്കിൽ റേസിസം ഉണ്ട് ഇന്ത്യൻസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്. കുറെ ആൾക്കാർക്ക് പല രീതിയിലും ഓസ്ട്രേലിയ എഗെയിൻസ്റ്റ്, പക്ഷെ വെരി സെൻസിറ്റീവ് കൺട്രി, പല രീതിയിലും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3.7%. അതുകൊണ്ട് വളരെ അട്രാക്റ്റീവ് ആണ്, ആൾക്കാർക്ക് പോകാൻ താല്പര്യം. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൾക്കാർക്ക് താല്പര്യമാണ്. ഏറ്റവും അധികം ആൾക്കാർക്ക് താല്പര്യമുള്ള ഒബിയസ്ലി എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആൾക്കാർ എപ്പോഴും H1B വിസ, പക്ഷെ അതിന് റെസ്ട്രിക്ഷൻസ് വരാം കുറച്ചു കാലത്തിന്. അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ കാരണം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് കാരിയേഴ്സ്, ഇപ്പൊ കാരിയർ എന്നുള്ള രീതിയിൽ അവിടെ പഠിക്കാനായിട്ട് സ്റ്റുഡൻസ് പോയി. ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പ്ലെന്റിയാണ്. ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുക. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിലും അത് ശരിക്കും യൂണിവേഴ്സിറ്റി ഒരു ഇൻഡസ്ട്രി ഹൈപ്പിലാണ് എടുക്കുന്നത്. ഒരു സൈദ്ധാന്തികമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ പഠിക്കുക മാത്രമല്ല, ഇപ്പോ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ തയ്യാറാണ്. ജോലി പ്ലസ് അസിസ്റ്റൻഷിപ്പ് കിട്ടും, പല ഗുണങ്ങളുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്സ് കൂടെ. അപ്പൊ 3-4 സ്ഥലങ്ങളിൽ ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ,
ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ല, ചൈനയാണെങ്കിലും ജപ്പാനാണെങ്കിലും പല സ്ഥലങ്ങളിലും അവരോട് ലാംഗ്വേജസ് ഒക്കെ പഠിക്കേണ്ട ഒരു, ഇപ്പൊ ജർമ്മനിയിലും ഒക്കെ അതൊക്കെ ഒരു ഗതി ഇതുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ പല രീതിയിലുള്ള വ്യത്യാസങ്ങള്, കാഴ്ചപ്പാടും എല്ലാ ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. നൗ ദ റിയാലിറ്റി ഇൻ ദ യൂണിവേഴ്സ്, എന്താണ് ലോകത്തില് വ്യത്യാസം? ഇപ്പോ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകണമെന്നുണ്ട്? ദ ബെസ്റ്റ് പ്ലേസസ് വിൽ ഹാവ് ഡിഫറെന്റ് ക്വയറ്റ് ഏരിയാസ്. കാരണം ദർ വിൽ പ്ലേസസ് ടു വർക്ക്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള, they have choices to where they want to work, eliminating assignments. അതായത് ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്യാന്നുള്ള ഒരു സങ്കുചിത മനോഭാവത്തിന് വ്യത്യാസങ്ങൾ വരികയാണ്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻ, MSME പോലെ ചെറിയ ചെറിയ ഓർഗനൈസേഷൻ സ്പ്രൗട്ട് ചെയ്യാൻ പോകും. ധാരാളം ഓർഗനൈസേഷൻ ഉണ്ടാവും, ഒരു ഇഷ്ടം പോലെ. ആൻഡ് ദർ ബി നോ നീഡ് ടു ബിൽഡ് എ കോസ്റ്റ്ലി ബിഗ് ബിസിനസ്. ഇപ്പൊ മിക്ക സ്ഥലത്തും സ്മോൾ ഹബ്സ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ വാടകയ്ക്ക് എടുത്തിട്ട് സ്റ്റാർട്ടപ്സ് ഒക്കെ ചെയ്യും. മിക്ക ആൾക്കാരും, എത്രയോ യങ്സ്റ്റേഴ്സ് ചെയ്യും. ഹൈറാർക്കി ഒന്നും ഇല്ല. ഇപ്പൊ ഹൈറാർക്കിക്ക് ഒന്നും പ്രാധാന്യമില്ല. ഇപ്പൊ ഞാൻ പ്രസിഡന്റ് ആണ്, ഞാൻ റെക്ടർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്കിൽഡ് ജോബിനാണ് പ്രധാനം. ആൾക്കാർ വെൽനെസ്, ആൾക്കാരുടെ ഹെൽത്തും ആൾക്കാരുടെ കാര്യങ്ങൾക്കും കമ്പനീസ് അധികം ഊന്നൽ കൊടുക്കുന്ന ഒരു സമയം ബദ്ധിതമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോ ആൾക്കാർക്ക് സമാധാനം, ഗുഡ് ലൈറ്റിംഗ് വേണം, റിലാക്സേഷൻ, സ്ലീപ്പിംഗ്, ഇതൊക്കെയാണ് ഒരു കമ്പനി കൊടുക്കുന്നത് മിക്ക സ്ഥലത്തും. അതൊക്കെയാണ് യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ എവിടെയാണ്, USA ആഫ്രിക്കയിലൊന്നും കിട്ടിയെന്ന് വരില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് പ്രാവശ്യം മലേറിയ ഉണ്ടായി, 5 പ്രാവശ്യം ടൈഫോയിഡ് ഉണ്ടായി. അത് കോമൺ ആണ്, മലേറിയ ടൈഫോയിഡിലെ കോമൺ ആണ്. ഞാൻ തലകറങ്ങി വീണ് ഒരു ദിവസം മലേറിയ പിടിച്ചിട്ട്. അത് കോമൺ ആണ്, അത് ഇല്ലെങ്കിൽ അത്ഭുതമാണ്. ഓക്കെ, നീഡ് ഫോർ എ ചീഫ് ഓഫ് വർക്ക്. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ആൾക്കാർക്ക് ഒരു കൾച്ചർ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രധാനമായിട്ടൊരു വ്യക്തി അത് വരാൻ പോകും. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫക്റ്റീവ്നെസ് ഉള്ള രീതിയിൽ ഒരാൾ വരുന്നത്, ഒരു ലീഡർ. ആ ലീഡർ എന്നുള്ള കാഴ്ചപ്പാട് പൈസ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല, വേറെ രീതിയിൽ ഇപ്പൊ വെൽനസ് നേരത്തെ പറഞ്ഞ പോലെ ഹൈറാർക്കിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ആ രീതിയിലാണ് കാഴ്ചപ്പാട് വ്യത്യാസം. ഫ്ലോർ പ്ലാൻസ് വളരെ ഫ്ലെക്സിബിൾ ആവും. ഇന്ന ഫ്ലോറിൽ പോയിട്ട് രാവിലെ വർക്കേഴ്സ് arrive, വേരിയബിൾ വിൽ ലെറ്റ് them know what floor to. അവർക്ക് അങ്ങനെയൊന്നുമില്ലേ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലോർസിലേക്ക് പോകാൻ പറ്റും. കാരണം എല്ലാവർക്കും ഒരു റൊട്ടേഷണൽ രീതിയിലാണ് ജോലികൾ മാറുന്നത്. കാരണം എവ്രിബഡി നീഡ്സ് ടു നോ എവറി വർക്ക് ആക്ച്വലി. ഗുഡ് ബൈ ഡെസ്ക്, there won't be any physical desk. Employees will park themselves anywhere and have a simulated office. Simulation ലാബിന്റെ ഒരു അന്തരീക്ഷം മാതിരിയാണ്. അപ്പൊ അത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം അത് കാണാൻ. പിന്നെ റോബോട്ട് അസിസ്റ്റന്റ്, ഇപ്പൊ ഓൾ ഫ്യൂച്ചറിന്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ റിയാലിറ്റി ഇപ്പൊ പറയുന്നത് റോബോട്ട് അസിസ്റ്റന്റ് ഇൻ ദ ഫ്യൂച്ചർ, ലൈക് സിരി ഓർ അലക്സ ടു സോർട്ട് ത്രൂ ഇൻകമിങ്. നമുക്കിപ്പോ ChatGPT ആർട്ടിഫിഷ്യൽ കൂടെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കണ്ടോ? കേൾക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ഓഡിയോ കൂട്ടാം. ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. അല്ല, ചില ആൾക്കാർ കേൾക്കുന്നില്ല പറഞ്ഞു. അത് അവരെന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, ഫൈൻ. അപ്പൊ സ്മാർട്ടർ ബ്രെയിൻ സ്റ്റോമിങ്. ഇപ്പൊ മിക്ക ആൾക്കാർക്കും മിക്ക ജോലിക്കും നമ്മുടെ എന്ത് ഐഡിയാസിലും ഏത് തരത്തിൽ നിന്നും ഐഡിയാസ് വരാം ഒരു വർക്കറിന്റെ രീതി. അതാണ് ഈ ക്വാളിറ്റി സർക്കിൾസിന്റെ ഇമ്പോർട്ടൻസ്. ജപ്പാനിലൊക്കെ പറയും, ജാപ്പനീസിലെ ക്വാളിറ്റി സർക്കിൾസ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് തോട്ട്സും ഐഡിയാസും വേണം. കാരണം അതിൽ നിന്നാണ് നമ്മൾ ഇതുണ്ടാക്കുക. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മാനേജ്മെന്റ് കേസസിൽ പോകുന്നത്. നമ്മൾ എന്ത് പ്രോബ്ലത്തിൽ നിന്ന് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. എന്തിനും ആ പ്രോബ്ലത്തിൽ നിന്ന് കോൺസെപ്റ്റ്സ് ഏതിലേക്കാണ് പോകാൻ, പുതിയ കോൺസെപ്റ്റ്സ് ഡിറൈവ് ചെയ്യാൻ പറ്റും പല ആൾക്കാരും. ആൻഡ് ഇൻഫോർമൽ ഗെറ്റ് ടുഗദേഴ്സ്, വൈകുന്നേരം ചായ കുടിക്കുക, വെർച്വൽ വാട്ടർ കൂളർ എന്ന് പറയും. ആൾക്കാർ പോയിട്ട് ലീഡേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യും, ഫോർമൽ ആയിട്ടല്ല, മനസ്സിലാക്കാനായിട്ട് എങ്ങനെയുണ്ട് മുന്നോട്ടുള്ള പ്രയാണം, എങ്ങനെയുണ്ട് മനസ്സിലാക്കാനായിട്ട്.
ഒരു സസ്റ്റൈനബിൾ കാരിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സസ്റ്റൈനബിൾ കാരിയർ ഇസ് വൺ ദാറ്റ് എൻഡ്യൂർസ് ഓവർ ടൈം. നമ്മുടെ എൻറ്റയർ വർക്ക് ലൈഫ് സൈക്കിള് ഏത് രീതിയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ലൈഫിൽ. ഇപ്പോ ഡോക്ടർ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ സസ്റ്റൈനബിൾ കാരിയർ എന്ന് ആലോചിച്ചു. പൈസ അല്ല പ്രധാനം, ആ വ്യക്തി ഉണ്ടാക്കിയ മുതൽക്കൂട്ട്. ആ വ്യക്തിന്റെ എപ്പോ ആലോചിക്കും, മിസൈൽ മാൻ എന്ന് പറഞ്ഞ എപ്പോഴും ആലോചിക്കും. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ മിസ്റ്റർ നാരായണമൂർത്തി അല്ലെങ്കിൽ അംബാനി, പല രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും പല ആൾക്കാരെയും. അതുപോലെ സ്മോൾ സ്റ്റാർട്ടപ്സ് നടത്തിയ ആൾക്കാർ. അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഒരാള് ജോലി ചെയ്യുമ്പോൾ ആ വ്യക്തിനെ പറ്റി ഇന്റേണൽ ആയിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു അഭിരുചി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുടെ കൗൺസിലിംഗിന് വേണ്ടത്. പിന്നെ സസ്റ്റൈനബിൾ കാരിയർ ഈസ് വൺ ദാറ്റ് ഗ്രോ വിത്ത് യു ത്രൂ ഔട്ട് ദ ഇയേഴ്സ്. നമ്മൾ മുന്നോട്ടുള്ള പ്രയാണത്തില് എല്ലാ കൊല്ലം ഇപ്പോ നജീം നേരത്തെ സൂചിപ്പിച്ചു, ഞാനിപ്പോ ഒരു ടീച്ചറായിരുന്നു, പിന്നെ അത് മാറിയിട്ട് വേറെ രീതിയിലേക്ക് പോയി. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ ഉയർച്ച നോക്കുമ്പോൾ നമ്മുടെ വന്ന പാത നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ വിത്ത് സോ മച്ച് ഇൻ എയർ ദീസ് ഡേയ്സ്, ക്രാഫ്റ്റിംഗ് എ സിസ്റ്റം ദാറ്റ് ക്യാരി യു ബോത്ത് ഗുഡ് ആൻഡ് ചാലഞ്ചിങ് ടൈംസ്. നമുക്ക് പല രീതി ചാലഞ്ചസ് ഉണ്ടാവാം, നല്ല സമയം ഉണ്ടാവും, മോശമായിട്ടുള്ള സമയം ഉണ്ടാവും. എല്ലാവരും ചിരിച്ചു കളിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ല സമയം ആയിക്കൊള്ളുന്നില്ല. അപ്പൊ കാരിയറിന് എപ്പോഴും ഒരു ബ്രേക്സ് ഉണ്ടാവും. ആ ബ്രേക്ക് എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഇതാണ്. എങ്ങനെയാണ്, ഹൗ ഡു യു ബിൽഡ് എ സസ്റ്റൈനബിൾ കാരിയർ? അതിന്റെ വാല്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം? നോ ദാറ്റ് യു ആർ ഇൻ ചാർജ് ടു ക്രാഫ്റ്റ് എ കാരിയർ ദാറ്റ്സ് ഫുൾഫില്ലിംഗ്, മീനിങ്. നമ്മളിപ്പോ ഒരു ജോലി, നമുക്ക് ജോലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് എ ജോബ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരാളെ പ്രൊമോട്ട് ചെയ്യരുത്. ഇന്നത്തെ രീതി അങ്ങനെയല്ല. ഇന്നത്തെ രീതി എന്ന് പറയുമ്പോൾ ശരിക്കും വെൽത്ത് ആണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പേഴ്സൺ ഹി ഓർ ഷീ ഈസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ജോബ് ഓർ ദ സ്പെസിഫിക് അസൈൻമെന്റ്. ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ഏതൊരാളെയും നമുക്ക് മുന്നോട്ട് പാത കാണിക്കാനായിട്ട്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് ദാറ്റ് ഇസ് ദേർ, ആ വാല്യൂ ഇസ് ദേർ ഇൻ ദം. ഡോക്യുമെന്റ്, ഏതൊരാളുടെയും ഡോക്യുമെന്റ് വാല്യൂ. ആ ഒരു റെപ്പോസിറ്ററി എപ്പോഴും നമ്മൾ ബാക്കപ്പ് ആയിട്ടുള്ള ഒരാളുടെ വാല്യൂ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാരിയർ കൗൺസിലിംഗ് ഒരാള് നാളെ വന്നു കഴിഞ്ഞാൽ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ, യു ഷുഡ് ബി ഏബിൾ ടു ആക്ച്വലി അഡ്വൈസ് ബൈ വിത്ത് ദ പാസ്റ്റ് റെക്കോർഡ്സ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ മനസ്സിൽ മാത്രമല്ല, ഇറ്റ്സ് ബെറ്റർ ദാറ്റ് റൈറ്റ് ഇറ്റ്, കീപ് ഇറ്റ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായുള്ള ആൾക്കാർ, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നോക്കും. ഞാനിപ്പോ ശ്രദ്ധിക്കുന്ന വാട്സപ്പിൽ രാവിലെ എല്ലാം ഗുഡ് മോർണിംഗ്, നല്ല നല്ല വാർത്തകൾ മാത്രമേ വരും. നേരെ തിരിച്ച് നമ്മൾ പേപ്പറിൽ നോക്കും. പേപ്പറിൽ എന്താ ചെയ്യുക? പേപ്പറിൽ രാവിലെ ഇവിടെ കുട്ടീനെ കാണാനില്ല, അല്ലെങ്കിൽ ശബരിമലയിലെ തീർത്ഥാടകരവിടെ തലകറങ്ങി വീഴുന്നു, അല്ലെങ്കിൽ ഇപ്പത്തെ നവകേരള നടന്നു. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ്സ് ആണ് മിക്ക ആൾക്കാരും കാണുന്നത്. നേരെ തിരിച്ച് വാട്സപ്പിലും പല ആൾക്കാർക്ക് താല്പര്യം എന്താ, പോസിറ്റീവായിട്ട് കമന്റ്സ് ആണ്. അപ്പൊ എപ്പോഴും എനർജൈസ് ചെയ്യുന്ന ആൾക്കാരൊപ്പം അവരെ കൂട്ടി നോക്കാം. See the end game. Whatever appeals to you, keep in mind that a career path gets zig and zag and doesn't need to be as linear. അപ്പൊ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു എൻഡ് ഗെയിം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ വ്യവസ്ഥ എപ്പോഴും നമ്മൾ ആ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എപ്പോഴും നിലനിൽക്കണം. ആൻഡ് ബി ഫ്ലെക്സിബിൾ ഓൾവേസ്. എപ്പോഴും നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും, അതാ പറഞ്ഞ യൂറോപ്പിലൊക്കെ ആൾക്കാർ പോകാൻ താല്പര്യം അതാണ്. എപ്പോഴും ഇപ്പോ ഇന്ത്യയിൽ ഇപ്പോ ആൾക്കാർ പറയില്ല 72 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് ആൾക്കാർ വർക്ക് ചെയ്യില്ല, കാരണം ഇറ്റ് ഇസ് ഡിഫറെന്റ്. ബട്ട് പീപ്പിൾ വർക്ക് ഓൺ സൺഡേസ് ഓൾസോ. കാരണം അങ്ങനെയാണ് ഇന്ത്യ ഈസ്, ഇപ്പൊ എല്ലാവരും പറയും ഡെവലപ്ഡ് ആണെന്ന്. പക്ഷെ എന്തിന് ഡെവലപ്പ് കൺട്രി ആണെങ്കിൽ എന്തിനു ഇവിടുന്ന് പോകുന്നു? അതാണ് ചോദ്യം. വളരെ പണം, എല്ലാവർക്കും പൈസ ഉണ്ടാക്കാനാണ്. പൈസ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. വർക്കിംഗ് എ ഫ്ലെക്സിബിൾ ജോബ് ഇംപ്രൂവ്സ് യുവർ വർക്ക് ലൈഫ്, ലൈഫ് ഔട്ട്സൈഡ് ഓഫ് വർക്ക്. അപ്പൊ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ദ ബെസ്റ്റ് സസ്റ്റൈനബിൾ കാരിയർ. ഇതില്ലാതെ പകൽ ഇരുന്ന് വർക്ക് ചെയ്യാണ്, രാവിലെ തൊട്ട് രാവിലെ 12 മണി വരെ അല്ലെങ്കിൽ രാത്രി 12 മണി വർക്ക് ചെയ്യാൻ. ഇറ്റ് ഈസ് നോട്ട് എ കാരിയർ ദാറ്റ് യു ഫീൽ യു അബ്സോർബ് ആൻഡ് യു ആക്ച്വലി ഇൻഹെറിറ്റ് അപ്പോൺ. വളരെ ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ആണ്. The key to building a sustainable career is knowing yourself inside. നമ്മളുടെ
നമ്മൾ തന്നെ നമ്മുടെ വാല്യൂ, ഞാൻ അതിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളൊരു കാരിയർ സസ്റ്റൈനബിൾ ആണെങ്കിൽ നമ്മുടെ വാല്യൂ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ്? നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, വേറെ ആരുമല്ല. നോബഡി എൽസ് ഇസ് റെസ്പോൺസിബിൾ. നമ്മുടെ അച്ഛനമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല, ബ്രദേഴ്സിനെ കുറ്റം പറയാം, ഫ്രണ്ട്സിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. വേറെ ആർക്കും അതിൽ അധികാരമില്ല. ദാറ്റ് ഇസ് ദ ഐ ഓഫ് ദാറ്റ്. ആൻഡ് നമ്മുടെ ഗോൾസ് വളരെ പ്രധാനം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഈസ് ഓൾവേസ് എനർജൈസ്. So once you have handled on how your unique skills and interests can add value in the workplace, you'll be ready to build a sustainable career. നമുക്ക് നമ്മുടെ സ്കില്ലും നമ്മുടെ ഇൻട്രസ്റ്റും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുകയാണ്, ഇന്റഗ്രേറ്റ് ചെയ്ത് ടോട്ടലായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് എ സസ്റ്റൈനബിൾ കാരിയർ. അപ്പൊ ഒരു കാരിയർ എന്നുള്ള ഇപ്പൊ വാക്ക് CAREER എന്ന് പറഞ്ഞപ്പോ, നേരെ മറിച്ച് CARRIER എന്ന് പറഞ്ഞാൽ വേരിയസ് കാരിയേഴ്സ് ഉണ്ട്. അപ്പൊ രണ്ടും എടുക്കാം. ഒരു കാരിയർ ഒരാളുടെ വ്യക്തിപരമായിട്ട് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ബാക്കിൽ പല കാരിയേഴ്സും നമുക്ക് വേണം. പല രീതിയിലും നമുക്ക് ബാക്കപ്പ് പ്ലാൻസ് ഉണ്ട്. ആ ബാക്കപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്നാൽ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ എപ്പോഴും നാളെ പെട്ടെന്ന് ഒരാളുടെ ജോലി പോയി എന്ന് വെച്ചു, പെട്ടെന്ന് ജോലി പോയി കഴിഞ്ഞാൽ what is the guarantee that you are going to get another job? And that depends only on the contacts, that depends only on the social networking, that depends only on the contacts you try to develop. ആ കോണ്ടാക്ട്സ് നിലനിർത്തുക. ഇപ്പോ നമ്മുടെ റെസ്യൂമില് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഇതിൽ പറയാം. നമ്മുടെ റെസ്യൂമില് പഴയ എംപ്ലോയേഴ്സിന്റെ പേര് ധൈര്യത്തോടെ വെക്കാൻ എത്ര ആൾക്കാർക്ക് ധൈര്യമുണ്ടെന്ന്? പഴയ എംപ്ലോയേഴ്സിന്റെ പേര്, എംപ്ലോയറിന്റെ പേര്. ഇപ്പോ മിക്ക സ്ഥലത്തും ക്യാൻ ഐ കോണ്ടാക്ട് ദ എംപ്ലോയർ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ സാധാരണ റെഫറൻസ് വയ്ക്കുക വേറെ ആൾക്കാരെയാണ്. നമ്മുടെ കാരിയർ എപ്പോഴും മെന്റർ ചെയ്ത് നേർച്ചർ ചെയ്യണം നമ്മുടെ പ്രീവിയസ് എംപ്ലോയേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ പ്രസിഡൻസ് ബീങ് സെന്റ്. ആ പ്രസിഡൻസ് പറഞ്ഞാൽ നമ്മുടെ പഴയ കാര്യങ്ങൾ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന പഴയ എംപ്ലോയേഴ്സ്. എത്ര ആൾക്കാർക്ക് ധൈര്യമുണ്ട്? ഒരു പുതിയൊരാളോട് ചോദിച്ചു, ഒരു പുതിയൊരു ജോലി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ 10% മേൽ ആൾക്കാരുണ്ടാവില്ല, 10% മുകളിൽ ആൾക്കാർ ഉണ്ടാവില്ലായിരുന്നു നോക്കുകയാണെങ്കിൽ. എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടില്ല, ഞാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒരാൾ വെക്കില്ല ഫോൺ നമ്പർ. കാരണം അത് എന്തിനാ പേടിക്കുന്നത്? നമ്മളിപ്പോ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പഴയ എംപ്ലോയീസ് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയും. അപ്പൊ എംപ്ലോയറിന്റെ പേര് റെഫറൻസ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇതില് അധികം അർത്ഥം വേറെ ഒന്നുമില്ല നമ്മുടെ കാരിയറിൽ. കാരണം അവരാണ് നമ്മുടെ കാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതർവൈസ് ദെയർ ഈസ് നോ കാരിയർ. അല്ലെങ്കിൽ നമ്മൾക്ക് എംപ്ലോയർ ആവാം. നൗ സീ വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ഇമ്പാക്ട് യു ക്രിയേറ്റിംഗ്. നമ്മൾ എന്ത് രീതിയിലാണ് റെസ്യൂമിന് വ്യത്യാസം? നമ്മൾ സാധാരണ ഒബ്ജക്റ്റീവ് എഴുതും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എഴുതും, ക്വാളിഫിക്കേഷനും ഇതിങ്ങനെ പോകും. ഞാൻ പറയാം, പുതിയൊരു ജോലി ഫ്രഷറിന്റെ കാര്യമല്ല പറയാം, എക്സ്പീരിയൻസ്. ഫ്രഷറിന്റെ കാര്യം നിൽക്കട്ടെ, ഫ്രഷറിന്റെ കാര്യം പ്രിൻസിപ്പളോ ഡയറക്ടറോ അങ്ങനത്തെ ഇതിലും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ളൊരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ കാരിയർ നമ്മുടെ ഒരു അഭിരുചിയായിട്ട് മാറും. നമ്മുടെ ഒരു രീതിയിലുള്ളൊരു നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഈ സ്റ്റാറ്റസ്? ആ സ്റ്റാറ്റസ് നമ്മുടെ രീതി. അപ്പൊ ഇത് ഒരു നജീം എന്നോട് പറഞ്ഞത് സ്വാഭാവികമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ, നമ്മൾ ഇന്ത്യയും ബാക്കിയുള്ള രാഷ്ട്രങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഞാൻ നോക്കണ പല ഇതിലും നമുക്ക് പുറമെ പോവാനുള്ള ഒരു എന്താ പറയുക, ഒരു 40-45 ഇയേഴ്സ് വരെ പോയിട്ട് ജോലി ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ ഉണ്ടെങ്കിൽ വളരെ നല്ല. ഇന്നലെ കെന്യയില് നിങ്ങൾ കണ്ടു അറിയില്ല, അവിടെ 2024 വരെ തൊട്ട് January 1 വരെ വിസ വേണ്ട. യു ഡോണ്ട് വാണ്ട് എ വിസ ഫ്രം എനി കൺട്രി ടു ട്രാവൽ ടു. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ തന്നെയാണ്. അപ്പൊ നേരെ തിരിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല. കെനിയയില് എന്തൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടെ ചെല്ലാന്നുള്ള രീതിയിലാണ് പറയുന്നത്. കെനിയ ഇസ് എ വെരി ടൂറിസ്റ്റ്, ഐ മീൻ എംപ്ലോയി ഫ്രണ്ട്ലി കൺട്രിയാണ്. അപ്പൊ ആൾക്കാരുടെ കാഴ്ചപ്പാടും ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും ഒക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മള് പൊളിറ്റിക്സിലുണ്ടാവാം കാരിയർ,
അല്ലേ? ഇന്നത്തെ സാഹചര്യം ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയ രാഷ്ട്രീയ പണിയെടുക്കണം. പൊളിറ്റിക്സ് ഓൾസോ ബിക്കമിങ് എ ജോബ്. അപ്പൊ ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ എന്താ നമ്മുടെ ക്രിയേഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ദാറ്റ് ഇസ് വാട്ട് ഇസ് കാരിയർസ്. അതുകൊണ്ടാണ് ഞാൻ കാരിയറിന്റെ ഒരു ഇതിട്ട്. അപ്പൊ ശരിക്കും ഈ സസ്റ്റൈനബിൾ വാല്യൂ കോൺട്രിബ്യൂഷൻ കൂടി സിനർജൈസർ വന്നാൽ നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഓറ. ഇപ്പൊ നമ്മൾ മാത്സിൽ പറയും 2+2 4, അങ്ങനെയല്ല 2+2 5 ഉണ്ടാകും. കാരണം ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഭാവി സസ്റ്റെയിൻ. കാരണം നമ്മൾ പൈസ പ്രധാനമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സസ്റ്റൈനബിൾ ആയി എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. അങ്ങനെ ഇല്ല. പൈസ പോവും, നേരെ തിരിച്ച്. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എത്രയോ ആൾക്കാർക്ക് പൈസക്കാരെ ആലോചിച്ചു, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇത് ആലോചിച്ചു. ആ ഒരു ടോപ്പ് ബിസിനസ്മാൻ, ഞാനിപ്പോഴും ആലോചിക്കുന്ന കാര്യം, ടോപ്പ് ബിസിനസ് നഖത്തിൽ ചെറിയൊരു മുറി ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പൈസയെ പറ്റിയാണോ ആലോചിക്കുക, ആ നഖത്തിന്റെ മുറിനെ പറ്റിയാണോ ആലോചിക്കുക? സ്വാഭാവികമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ആ നഖത്തിന്റെ മുറി മാറുന്നവരെ അതിനെപ്പറ്റി മാത്രം ആലോചിക്കുന്നു. അല്ലെങ്കിൽ ആ നഖം എവിടെയാ തട്ടുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ആ വിരല് എപ്പോഴും അത് അനവർത്ഥായിട്ട് അവിടെ തട്ടിക്കൊണ്ടിരിക്കും. That should not be your career. You should continue without any kind of hurdle or any kind of pressure. Then you can contribute a lot for yourself. നമ്മുടെ സെൽഫിനായിട്ട് പ്രധാനം. പക്ഷെ മിക്ക ആൾക്കാരും പറയുന്ന ഒരു കൗൺസിലിങ്ങിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. നേരെ തിരിച്ച് ആ ഒരു ജോലിയുടെ വാല്യൂവിനെ പറ്റി എന്തൊക്കെ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടത് സംശയങ്ങളുണ്ട്. മിക്ക ആൾക്കാരും ശമ്പളം എത്ര കിട്ടും, ശമ്പളത്തിന് മുകളിൽ എന്തൊക്കെ CTC എന്താ കിട്ടുക, അതിന്റെ മുകളിലാണ് നമ്മൾ മിക്ക ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിൽ വ്യത്യാസമൊന്നും അതിൽ ഇതില്ല. നേരെ മറിച്ച് ബാക്കിയുള്ള കൺട്രി പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ആർ യു റെഡി ടു വർക്ക്? ദാറ്റ് ഇസ് ഓൾ. ആൻഡ് മണി ഈസ് നോ മാറ്റർ there. ഇവിടെ അങ്ങനെയല്ല. പൈസയുടെ കാര്യം ആദ്യം സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് തന്നെ ജോലിയുടെ കാര്യം സംസാരിക്കും. ദാറ്റ്സ് ദി ഡിഫറൻസ്. അപ്പോ ഇനി മൈ സ്മോൾ ഇതാണ്. ഇനി താങ്ക്സ് എ ലോട്ട്. നമ്മുടെ കാര്യങ്ങൾ ഇപ്പോ ഞാൻ ചെറിയ രീതിയിൽ അവതരിപ്പിച്ചു. ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നജീബ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. I've been in this field for almost 28 to 29 years right now. And പല ഓർഗനൈസേഷനും കൺസൾട്ടൻസ് ആണ്, സ്ട്രാറ്റജിക് ആയിട്ട് കൺസൾട്ടൻസ് ആണ്. I'm working as a consultant. Various organizations. It could be Manappuram, it could be Eastern group of companies, different organizations. I've been into that. പല organizations. ബേസിക്കായിട്ട് എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ strategic administration, strategic operations, strategic planning ആണ്. Crisis management is one of my key area. Crisis management is one of cost portfolio is one of my key area. Crisis is something that actually has been part and parcel of my life always. ഏത് കമ്പനി ചെന്നാലും ഏത് ഓർഗനൈസേഷനിലും ക്രൈസിസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രാൻഡിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റീസ്ട്രക്ചറിങ്, ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ സ്ട്രാറ്റജിക് ആയിട്ട്. പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ കണ്ടന്റ് ഡെവലപ്മെന്റ്. ആൻഡ് ഐ റൈറ്റ് ഡിഫറെന്റ് കണ്ടന്റ്സ്. ഞാൻ ആൾക്കാർ കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് പല എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സിലും, ബ്ലോഗ്സിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ്, യു ക്യാൻ. നജീബ്, യു ക്യാൻ ഗോ ഹെഡ്. താങ്ക് യു. ഹലോ, ഞാൻ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഹലോ. യാ. ഹലോ നജീബ്. ഹലോ, കേക്കാവോ? ഹലോ, കേൾക്കാം. ഓക്കെ. കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഹലോ, ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഡിയർ മെമ്പേഴ്സ്, ഇനിയിപ്പോ നമ്മുടെ ഡോക്ടർ ഉമേഷ് സാറിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞു. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള കരിയർ കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിട്ട്. ചോദിച്ചോളൂ, ഓരോരുത്തരായിട്ട് സംശയങ്ങൾ ചോദിച്ചോളൂ. സാർ പറയൂ, പേരൊന്ന് ഞാൻ പറയൂ. ഓക്കെ, ഞാൻ ഷൗക്കത്തലിയാണ് എന്റെ പേര്. പറയൂ സൗഖ്യത്തലി, പറയൂ. ഓക്കെ. ഞാനൊരു ബ്രിക്കോ ആൻഡ് ബ്രിക്കോ എന്ന് പറഞ്ഞ മൊബൈൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അവിടുത്തെ കരിയർ പ്രൊമോട്ടറാണ്. എന്താ കമ്പനിയുടെ പേര്? ബ്രിക്കോ ആൻഡ് ബ്രിക്കോ ഓക്കെ, മൊബൈൽ 25 വർഷമായിട്ടുള്ളതാണ്. ആഫ്രിക്കയിലുണ്ട്, സൗത്ത് ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൊബൈൽ ടെക്നോളജി വരും കാലങ്ങൾക്ക് എത്രമാത്രം ജോലിക്ക് സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ, മൊബൈൽ ടെക്നോളജി എന്നുള്ള രീതിയിൽ ആൾക്കാർക്കാണോ അതോ മൊബൈൽ ടെക്നോളജി ആസ് എൻ ഇൻഡസ്ട്രി ആണ്? അതെ, ടെക്നോളജി വർക്കേഴ്സിന്, ടെക്നോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോബുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സാധ്യതകളുണ്ട്? ഗുഡ്, നല്ല ചോദ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്കിൽഡ് ജോബ്സ് സ്വാഭാവികമായിട്ടും ഇപ്പൊ നോക്കിയാൽ മതി. മിക്ക ആൾക്കാർക്കും ഇപ്പോ വർത്തമാനത്തിൽ മാത്രമല്ല, മിക്ക ആൾക്കാർക്കും ഇപ്പോ AI അല്ലെങ്കിൽ ChatGPT ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നതോടുകൂടി, IT വന്നതോടുകൂടി IT റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലാകാലങ്ങളിലേക്ക് അത് എക്സ്പ്ലോഡ് ചെയ്യാൻ പോകും. ഇറ്റ്സ് ഗോയിങ് ടു എക്സ്പ്ലോഡ് ഇൻ ടു ഡിഫറെന്റ് ഡയമെൻഷൻസ്. നമ്മളതിന് ഈ രീതിയിൽ പറയാം, മാർക്കറ്റിംഗിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്. ഞാൻ അതിനെപ്പറ്റി കൂടുതലും പോകുന്നില്ല. ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് മുന്നോട്ട് പോവുക, സ്കിൽഡ് ജോബ്സ്. അപ്പൊ മൊബൈൽ ടെക്നോളജി എന്നുള്ള ഇത് ശരിക്കും ഒരു കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഇത് മാറിയിട്ട് ഇത് വ്യക്തിപരമായിട്ട് ഏത് തരത്തിലേക്കാണ് നീങ്ങണമെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകും. പ്ലെന്റി ഓപ്പർച്യൂണിറ്റീസ്. കാരണം IT റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമെയിനിൽ അതിന്റെ എക്സ്പ്ലോറേഷൻ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ കോണ്ടിനെന്റ്, ഇപ്പൊ ഓസ്ട്രേലിയ അല്ല ഞാൻ പറഞ്ഞു നേരത്തെ, ആഫ്രിക്കയിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ. കാരണം നമ്മളിപ്പോ പറയും, മിക്ക ആൾക്കാരും ഇപ്പോ നിങ്ങള് ആഫ്രിക്കയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഷൗക്കത്ത്? ആഫ്രിക്കയിലുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ദുബായ്. ആഫ്രിക്കയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി എത്ര ആളുകളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. വളരെ വളരെ കുറവാണ്. ഹാർഡ്ലി നമ്മൾ പറയും ആഫ്രിക്കയിൽ പൈസ, പക്ഷെ ആൻഡ്രോയിഡ് ഫോൺസ് ഞാൻ വർക്ക് ചെയ്യണ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹാർഡ്ലി 10% ആൾക്കാർക്ക് ഇല്ല. കാരണം അത്രയും ആൾക്കാർക്ക് അത് അവൈലബിൾ. അവിടെ കുട്ടികൾ കറണ്ട് ചാർജ് ചെയ്യാൻ വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ചാർജ് ചെയ്യാം. സാർ, അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യത, ആൻഡ്രോയിഡ് സെറ്റ് ഇല്ലാത്തത് പോകുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും കൂടി വിവരിക്കുമോ? അത് എന്താണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? മനസ്സിലായില്ല ആ ചോദ്യം? മനസ്സിലായി. അല്ല, 10% മാത്രം ആൻഡ്രോയിഡ് ഫോൺ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ ആഫ്രിക്കയില്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയാൻ പറ്റുമോ? എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. നമ്മൾക്കിപ്പോ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനെ പറ്റി അറിയാം, പക്ഷെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എങ്ങനെ എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ, വേറെ ഒന്നുമല്ല. ഇറ്റ് ഓൺലി കോസ്. സൗഖ്യത്ത് സാർ, ഞാൻ ഒരു ചെറിയൊരു കാര്യം ഞാൻ അതിൽ ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എത്ര ATMs ഉണ്ട്? നമ്മുടെ ഓരോ ടൗണിലും ഓരോ ബസ് സ്റ്റോപ്പിലും വരെ നമ്മുടെ നാട്ടിലൊക്കെ ATMs ഉണ്ടല്ലോ, അല്ലെ? ഏറ്റവും കൂടുതൽ ATM ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. ആദ്യമായിട്ട് ATM കൗണ്ടർ വന്നത് ബോംബെയിലാണ് 1986. അത് പഠിച്ചു വെച്ചതാണല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ പക്ഷെ ഈ ഒരു അടുത്ത കാലം വരെ ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉണ്ടായിരുന്നത് ഏകദേശം 1 ലക്ഷം പേർക്ക് 25 ATM ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് വളർന്നു വന്നിട്ട് 1 ലക്ഷം പേർക്ക് 560 എന്തോ ATMs ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ സാർ ഈ മൊബൈൽ ഫോൺ ടെക്നോളജിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ വായിച്ചൊരു വാർത്തയാണ്. ഈ ആഴ്ച പുതിയൊരു കമ്പനി പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മള് മൊബൈൽ ഫോണിന് പുറന്തള്ളാൻ പോകുന്ന ഒരു ടെക്നോളജി ആയിട്ടാണ് ഇത് കാണുന്നത്. കാരണം അതില് മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, നമ്മുടെ കൈയിന്റെ ഉള്ളം കൈയില് നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ഡയൽ ചെയ്യാനുള്ള ഒരു AI പവർ ടൂളാണ്. അത് പറയുന്നത് ഒരു പിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ പണ്ടൊക്കെ നമ്മുടെ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുമ്പോണ്ടല്ലോ പല പല ടെക്നോളജികൾ കാണിക്കുന്നത്, കൈയിന്റെ ഉള്ളിൽ ഫോണ് എന്നൊക്കെ പറയുന്ന പോലെ കൈയിന്റെ ഉള്ളം കൈയിൽ സ്ക്രീൻ കീബോർഡ് തെളിയും.
സകല കാര്യങ്ങളും അവിടെ ചെയ്യുന്ന പോലത്തെ ഒരു ടെക്നോളജി ഓൾറെഡി ഇപ്പോൾ ഒരു കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരാം. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യ മാറുമ്പോൾ നിങ്ങളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. നിങ്ങൾ നമ്മുടെ ഹംസ സാഹിബ് നമ്മുടെ സ്വന്തം വേണ്ടപ്പെട്ട ഒരാളാണ്. മൂപ്പരോട് നജമുദ്ദീൻ പറഞ്ഞു പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലാവും. ഓക്കെ, ഡോക്ടർ നജമുദ്ദീൻ പറഞ്ഞാൽ മൂപ്പർക്ക് മനസ്സിലാവും. ഓക്കെ, ശരി ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഹലോ സർ, ഞാൻ റബീസ് പറയൂ. കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ പറയൂ. AI-യുടെ വരവോടുകൂടി ടീച്ചിങ് മേഖലയിൽ അതിന്റെ ഒരു സ്വാധീനം എങ്ങനെയാണ് ഉണ്ടാകുക? ടീച്ചിങ് മേഖലയിലുള്ള അവസരങ്ങൾ കുറയാൻ. ടീച്ചിങ് എവിടെ? ഇന്ത്യയിലാണോ? കേരളത്തിലും ഇന്ത്യയിലും ടീച്ചിങ് മേഖലയിൽ അത് എങ്ങനെയാണ് സ്വാധീനിക്കുക? അതിന്റെ കുറവുണ്ടാവുമോ? അല്ല, ആ മേഖലയിൽ ടീച്ചിങ് ഏത് ലെവലില് അതും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞായിരുന്നു. സ്കൂൾ ലെവല്, പ്രൈമറി, ഹൈസ്കൂൾ ലെവല്. ഗുഡ്, മനസ്സിലായി. അതുപോലെ ഹയർ സെക്കൻഡറി. മനസ്സിലായി. ഓക്കെ. നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഇന്ത്യയിൽ ഇപ്പോ എന്തെങ്കിലും BEd വളരെ നിർബന്ധം. BEd എന്നുള്ള ഒരു ടീച്ചർക്ക് ടീച്ചർ ആവണമെങ്കിൽ BEd ആവണം. ഞാനിപ്പോ ഞാൻ ഏതാ സ്കൂളെന്ന് പറയില്ല, പ്രൈവറ്റ് സ്കൂൾസിൽ ഒരു BEd എടുത്തോളം നിർബന്ധം. അല്ലാതെയും ധാരാളം അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നുണ്ട് ഇപ്പോഴും. അത് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള പല ആൾക്കാർ, അത് വേറെ രീതിയിലാണ് ആൾക്കാരാണ്. ഇവിടെ അത് നിർബന്ധമാണ്. നേരെ തിരിച്ച് ഞാനിപ്പോ വർക്ക് ചെയ്തൊരു സ്ഥലം, ഇഷ്ടംപോലെ എൻ്റെ വൈഫടക്കം BEd ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ ടീച്ചർ ആവാൻ പറ്റും ധാരാളം. കാരണം അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ന് ഇപ്പൊ റമീസ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ടീച്ചിങ് മേഖലയില് റിലവൻസ് ഇന്ന് മിക്ക ആൾക്കാരും ക്യാപിറ്റേഷൻ കൊടുത്തിട്ടാണ് BEd അഡ്മിഷൻ വരുന്നത്. TTC ആണെങ്കിൽ BEd ആണെങ്കിലും നോക്കുന്നത്. ഇത് അടുത്തൊരു 20 കൊല്ലത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. 20 years ഇറ്റ് വിൽ കണ്ടിന്യൂ. ബിക്കോസ് പ്രൈവറ്റ് സ്കൂൾസിന്റെ എണ്ണത്തിന് കുറവ് വരികയാണെങ്കിലും മിക്കപ്പോ ഒരു ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ മിക്ക പാരന്റ്സും പ്രൈവറ്റ് സ്കൂൾസിൽ നിന്ന് കേരള സ്കൂൾസിലേക്ക് മാറുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം കേരള സ്കൂൾസ് ബിക്കം വെരി വെരി ഗുഡ്. ടു ബി വെരി ഹോണസ്റ്റ് വിത്ത് യു. ഇപ്പൊ ഡൽഹി മോഡൽ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത ഒരു രീതി ഇപ്പൊ കേരള സ്കൂൾസ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എന്ത് രീതിയിലാണ് കേരള സ്കൂൾസ് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറയുന്നത്, അല്ല വേറൊരു ഇമ്പാക്ട് ടോട്ടലി ഡിഫറെന്റ്. കാരണം നിങ്ങൾ ഏതൊരു സ്കൂളിൽ പോയാലും അതിന് ഡിഫറൻസ് കാണും. അപ്പൊ ആ സ്കൂളുകളിൽ നമുക്ക് കിട്ടണമെങ്കിൽ, എയ്ഡഡ് സ്കൂളായാലും സ്കൂളുകളിൽ കിട്ടണമെങ്കിൽ അവിടെ BEd വളരെയധികം നിർബന്ധമാണ്. TTC BEd. നേരെ തിരിച്ച് ബാക്കിയുള്ള സ്കൂൾസില്, പ്രൈവറ്റ് സ്കൂൾസില്, സെൻട്രൽ സ്കൂൾസ് CBSE ഓറിയന്റഡ് ആയിട്ട് സ്കൂൾസിലൊക്കെ BEd TTC ഇല്ലാതെ കുട്ടികളെ ധാരാളം എടുക്കുന്നുണ്ട്. ടീച്ചിങ് മേഖലയ്ക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ആസ് ഫാർ ആസ് നമ്മുടെ വാക്ചാതുര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ടീച്ചിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബട്ട് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ഫോർ STEM. അതായത് നമുക്ക് പ്രധാനമായിട്ട് സയൻസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ടീച്ചേഴ്സിന്, മാത്സും സയൻസിനും ഏറ്റവും അധികം, ഇപ്പൊ എല്ലാവരും വിചാരിക്കും IT ആണ്. IT-ക്ക് അല്ല പോകാൻ പോകുന്നത്. മാത്സിനും സയൻസിനും പുതിയൊരു ഏരിയ വരുന്ന സൈക്കോളജി, ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ, ഇതിലൊക്കെ ആൾക്കാർക്ക് ഊന്നൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് മിക്ക ഇതിലും. അത് ഹയർ എഡ്യൂക്കേഷൻ സെറ്റപ്പ്. സ്കൂളുകളിൽ മാത്സും സയൻസ് ടീച്ചേഴ്സിനും, കാരണം അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വിൽ നെവർ ഡൈ. റമീസ് കേട്ടോ? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. സാർ, എന്റെ പേര് ജലീൽ എന്നാണ്. പറയൂ ജലീൽ. ഈ AI വരുന്നതോടുകൂടിയിട്ട് ഒരുപാട് എംപ്ലോയ്മെന്റ് ഇല്ലാതെ ആവുന്നതാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. എല്ലാ മേഖലകളിലും, എഞ്ചിനീയറിംഗിലായിക്കൊള്ളട്ടെ, സോഫ്റ്റ്വെയർ ഫീൽഡിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും. കാരണം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഇപ്പോൾ 4 പേരോ 5 പേരോ ഇരുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡിങ് ചെയ്യുന്നിടത്ത് ഒരാൾക്ക് AI പ്രകാരം പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അല്ലെങ്കിൽ 10 പേര് അല്ലെങ്കിൽ 100 പേര് ഇരിക്കുന്നിടത്ത്. ഇപ്പൊ മറ്റേ
മുരളി തുമ്മാരക്കുടി സാർ പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇപ്പൊ ദുബായ് എയർപോർട്ടിലൊക്കെ നേരത്തെ സ്ക്രീനിങ് ചെയ്യുന്നിടത്ത് 10 പേര് ഇന്നോടത്ത് ഇന്നിപ്പോ ഒരു മനുഷ്യനും ഇല്ല. ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കയറി പോകും. കാരണം എല്ലാം AI വെച്ചുകൊണ്ടുള്ള കൺട്രോളിംഗ് ആണ്. ഈ മേഖല അപ്പൊ ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റ് ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. മൊത്തത്തില് മീഡിയകളും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഉള്ളതിന്റെ 50% എംപ്ലോയ്മെന്റ് 2030 വീട്ടുണ്ടാവില്ല എന്നാണ് അസസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് അപ്പോ പുതിയ നമ്മൾ കാരിയർ കൗൺസിലായിരിക്കുമ്പോൾ കുട്ടികളെ ഏത് ഡയറക്ഷനിലാണ് തിരിച്ചുവിടേണ്ടത്? നമ്മളിപ്പോ പറയുന്ന ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ ജോബുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ഒരു പ്രൈവറ്റ് ഫീൽഡിലും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലും വർക്ക് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് അതിന്റെ പൾസ് അറിയാൻ പറ്റും. കാരണം ഒരു 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ഉള്ളവരൊക്കെ ഇനി എംപ്ലോയ്മെന്റ് ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ 40-ല് ഒരാൾ എക്സിറ്റ് ആവും എന്താണെങ്കിലും. ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന മേഖലകളുടെ അവസ്ഥ തന്നെയാണ്. കാരണം 40-ക്ക് മേലുള്ള ആളുകളൊന്നും താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് പുതിയതായിട്ട് വരുന്ന കുട്ടികൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. 40 വയസ്സുകാരെ ഇടുന്ന അവിടെ തപ്പി തടഞ്ഞുകൊണ്ട് ഈ കീബോർഡ് തപ്പുന്ന അവസ്ഥ അവർക്ക് ആവശ്യമില്ല. മനസ്സിലായി. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു എംപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് നമ്മൾ എംപ്ലോയ്മെന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ 40 ഏജിൽ അത് നേടിയിരിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിരിക്കണം. അപ്പൊ അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? മിസ്റ്റർ ജലീൽ എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ ഇപ്പൊ ഖത്തറിലാണുള്ളത്. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഞാൻ ഉത്തരം പറയാം. ജലീൽ, നമ്മളിപ്പോ ജലീൽ ഇപ്പോ ചോദ്യം ചോദിച്ചത് ഒരു സർവീസ് മേഖലയിലെ അനുബന്ധമായിട്ട് ചോദ്യമാണ്. സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇതില് AI ശരിക്കും സപ്പോർട്ട് ചെയ്യണ ഒരു സ്റ്റാറ്റസിലേക്കാണ് പോകുന്നത്. ഒരു സപ്പോർട്ടീവ് ഫംഗ്ഷൻ മാത്രമാണ്. നേരെ തിരിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഫിസിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്, ലെറ്റ് us ടേക്ക് നമുക്കൊരു കാണാൻ പറ്റുന്ന പ്രോഡക്റ്റ്, അത് ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണം. വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. വേറെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ഫിനിഷ് ഗുഡ് പുറത്തേക്ക് വരണമെങ്കിൽ ആർട്ടിഫിഷ്യൽ AI എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രോസസ്സാണ്. അത് ആരാ ഉണ്ടാക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇപ്പൊ കോഡിങ്, അത് ശരിക്കും പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാക്കിയുള്ള ആൾക്കാരെ ഡൈ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ആൾക്കാർക്ക് എന്താ വെച്ചാൽ അങ്ങനത്തെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നു. ആർട്ടിഫിഷ്യലിൽ കൂടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയാം. ആർട്ടിഫിഷ്യൽ ChatGPT അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഉമേഷ് നീലകണ്ഠൻ അടിച്ചു കഴിഞ്ഞാൽ ഉമേഷ് നീലകണ്ഠൻ പല ഉമേഷ് നീലകണ്ഠനുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള അറിയാത്ത മേഖലകളിൽ പല റിസോഴ്സും അതിൽ എഴുതി വരും. നമുക്ക് അത്ഭുതപ്പെടും നമ്മൾ എവിടെ വർക്ക് ചെയ്യണത്. അപ്പൊ അതും തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനാണ് ChatGPT തരുന്നത്. അപ്പൊ സർവീസ് മേഖലകളിൽ പുതിയ AI എന്ന് പറഞ്ഞ ആൾക്കാർ എന്താന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാറ്റസിലേക്ക് മാത്രം കാഴ്ചപ്പാട്, അതൊരു പ്രൊമോഷന്റെ ഒരു സ്റ്റാറ്റസ് കൂടിയാണ്. നേരെ തിരിച്ച് ഇപ്പൊ ജലീൽ ചോദിച്ച ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടില് കുട്ടികളുടെ കുറവുണ്ടോ? കുട്ടികളുടെ കുറവില്ല. നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരിക്കലും, ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കുട്ടികളുടെ കുറവുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് നല്ല ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല അതിന് ഘടകം. നമ്മളിപ്പോ എനിക്ക് അറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും 14-15 അഡ്മിഷൻ ഉണ്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പൊ ഫുൾ ആയിട്ട് മാറിയിട്ട്. എഞ്ചിനീയറിംഗ് ആവാം, മാനേജ്മെന്റ് ആവാം, മെഡിക്കൽ വിട്ടോളൂ. മെഡിക്കൽ പിന്നെ MBBS എപ്പോഴും ഫുള്ളാണ്. ലോ കോളേജ് വ്യത്യാസം നോക്കും. ലോയിൽ ആൾക്കാർക്ക് ഇപ്പോ നമ്മളിപ്പോ ഏത് ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ KMCT ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു പോകും. KMCT ഗ്രൂപ്പ് കുറ്റിപ്പുറത്ത് ക്യാമ്പസില് നിങ്ങൾക്ക് വിശ്വസിക്കില്ല 6 കോളേജ് ഉണ്ട്. ആ 6 കോളേജിലും കൂടി 3400 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നു. 3400 സ്റ്റുഡൻസ്. പോളിടെക്നിക് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലോ ഉണ്ട്, ഫുള്ളാണ് എല്ലാം. അത്രയും അതേ പറഞ്ഞു. നമ്മള് സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്നൊരു പ്രൊമോഷന്റെ രീതിയില AI എന്ന് പറയും. ഒന്നും സംഭവിച്ചിട്ടില്ല. നേരെ തിരിച്ച് ആ AI പഠിപ്പിക്കുകയാണെങ്കിലും നമുക്ക് നല്ല ടീച്ചേഴ്സ് വേണം. ടീച്ചേഴ്സ്, ഞാൻ നേരത്തെ ഒരാൾ ചോദിച്ച ചോദ്യം, ടീച്ചേഴ്സിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോളേജസിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രശ്നം തന്നെയാണ്. കാരണം ഇന്നിപ്പോ ടീച്ചേഴ്സ് ഫ്രഷേഴ്സിന്റെ ടീച്ചർ ആവുകയാണ്.
ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളൊന്ന് പഠിപ്പിക്കുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കേൾക്കണത് അല്ല പലതും ശരി, കേൾക്കണമല്ല പലതും. ഞാൻ പറഞ്ഞു പല ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാളെ പേപ്പറിലുണ്ടായിരുന്നു തമിഴ്നാടിലും. അതിന്റെ ശരിക്കുള്ള ഒരു നമ്മളൊരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ റീസൺ ഇസ് ദേ ഡോണ്ട് ഹാവ് ഗുഡ് ടീച്ചേഴ്സ്. നേരത്തെ ഒരാളിവിടെ ചോദിച്ചു ഒരു ചോദ്യം, ടീച്ചറിന് ജലീലാത്ത ആരാ, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ചോദ്യത്തിന് ടീച്ചിങ് ക്വാളിറ്റി ടീച്ചേഴ്സിന് ശരിക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ടീച്ചിങ് പീപ്പിൾ കം ഫോർ ടീച്ചിങ് ആസ് എ ലാസ്റ്റ് റിസോർട്ട്. എല്ലാ ജോലിയും ഉപേക്ഷിച്ച് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ടീച്ചറാണ്. നേരെ തിരിച്ച് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ടീച്ചർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു. അപ്പൊ ഒരു കൗൺസിലർക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടീച്ചിങ് കമ്മ്യൂണിറ്റി വളർത്താനായിട്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ് ശരിക്കും പറയുക. അപ്പൊ അതൊരു ശരിക്കൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സാറ് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്ലാന്റ് ഡിസൈനിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഒരു പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്നതിന് 5 വർഷം എടുത്തിരുന്ന വർക്ക് പിന്നീട് ഓട്ടോക്കാടും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അത് 2 വർഷമായിട്ട് ചുരുങ്ങി. ഇപ്പൊ പുതിയ സോഫ്റ്റ്വെയർസ് എല്ലാം വന്നപ്പോൾ അത് 1 വർഷം കൊണ്ടെല്ലാം തീർക്കാവുന്ന രീതിയിൽ വരികയും ആളുകളുടെ എണ്ണം കുറഞ്ഞ് ടെക്നോളജി വരും തോറും ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നിടത്ത് ഇൻസ്ട്രുമെന്റേഷനും ഓട്ടോമേഷനും വന്നതോടുകൂടി തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നവർ നമ്മുടെ അവിടുത്തെ യൂണിയന്റെ സ്ട്രെങ്ത് കൊണ്ട് കുറെ നിർത്തുന്നതാണ്, പിരിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ട്. നോർമലി പിരിഞ്ഞു പോകുന്നവരെ തിരിച്ചെടുക്കും. അല്ല, ജസ്റ്റ് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തപ്പോ അതിന്റെ ഒരു മിനിറ്റ് ഞാൻ അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ കൊടുക്കാം. ഇവിടെ ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ജോലി പോകുക എന്നുള്ള അപ്പുറത്തായിട്ട് സമൂഹത്തിന് ആ ഒരു പുതിയൊരു ഇന്നോവേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഉദാഹരണം പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഒരുപാട് ടെലിഫോൺ ബൂത്തുകൾ ഉണ്ടായിരുന്നു, STD ബൂത്തുകൾ ഒക്കെ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ വന്നതോട് കൂടിയിട്ട് അതിന്റെ ഒരു സാധ്യതകൾ വാങ്ങി എല്ലാ ബൂത്തുകളും അടച്ചു പൂട്ടേണ്ടി വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആ മൊബൈൽ ഫോൺ ടെക്നോളജി ഒരു നല്ല ടെക്നോളജി അല്ല നമുക്ക് പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരുപാട് ആയാസരഹിതമാക്കാനും ഒരുപാട് സൗകര്യപ്രദമാക്കാനും മൊബൈൽ ഫോൺ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സെക്ഷൻ ആളുകൾക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരതൊരു അടുത്ത ലെവലിലേക്ക്, ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരുപാട് പേരാണ് പിന്നീട് ഈ മൊബൈലിന്റെ സിം കാർഡ് വെക്കുന്ന ആളുകൾ, പുതിയ മൊബൈൽ ഫോൺ വെക്കുന്ന ആളുകൾ, പിന്നെ അവരുടെ പുതിയ എന്താ പറയാ മൊബൈലിന്റെ സർവീസ് നടത്തുന്ന ആളുകളൊക്കെ ആയിട്ട് മാറിയത്. പണ്ടത്തെ STD ബൂത്തുകളൊക്കെ ഇപ്പൊ അങ്ങനെ മാറി. അപ്പൊ ടെക്നോളജി മാറുമ്പോൾ അതിനനുസരിച്ച് അവർ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ സാറ് പറഞ്ഞു AI വന്നതോട് കൂടിയിട്ട് ഒരുപാട് പേരുടെ ജോലി പോകില്ല എന്ന് പറഞ്ഞു. സാർ ഞാൻ പറയാണ്, ഞാൻ കഴിഞ്ഞ 46 ദിവസം, ഇന്ന് 46th ഡേ ആണ്, 46th ഡേ ഒരു ദിവസം ഒരു AI ടൂൾ വെച്ച് ഞാൻ പഠിക്കും. ഞാൻ ഒരു 46 ദിവസം മുമ്പ് ഞാൻ തീരുമാനം എടുത്തു. ഡെയിലി ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം എനിക്ക് കടുത്ത പനിയായിരുന്നു, എന്നിട്ട് പോലും ഞാൻ ഒരു AI ടൂൾ വെച്ച് ഞാൻ പഠിച്ചിട്ട് ഇന്ന് 46 പുതിയ AI ടൂളുകൾ എനിക്ക് അറിയാം. ഇനി ഞാൻ 54 ദിവസം കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ 100 AI ടൂളുകൾ പഠിക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഈ 46 ടൂളുകൾ പഠിച്ചപ്പോൾ തന്നെ ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു പോസ്റ്റ് ഇട്ടു. ഞാൻ 2-3 സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുത്തു. ആ AI ടൂളുകളെ പറ്റിയുള്ള ക്ലാസ് എടുത്തു. ഇപ്പൊ എനിക്ക് 6 ക്ലാസ്സുകൾ ബുക്കിംഗ് ആയി. അതായത് ഞാൻ ഇതുവരെ എടുക്കാതിരുന്ന, എക്സ്പ്ലോർ ചെയ്യാതിരുന്ന ഒരു വിഷയത്തിൽ എനിക്കിപ്പോ എക്സ്പെർട്ടൈസ് ആയി. ഞാനിപ്പോ ആ വിഷയത്തിൽ ഞാനിപ്പോ ക്ലാസ്സുകൾ എടുക്കാനും തുടങ്ങി. അപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് അതിലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കിത് വലിയ ക്രൈസിസ് ആയിട്ട് തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഉമേഷ് സാർ പറഞ്ഞുതരും. സാർ പ്ലീസ്. എന്റെ ക്വസ്റ്റ്യൻ എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ല. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആളുകൾ എങ്ങനെയും പ്ലേസ് ആവും. ആളുകൾ ഇപ്പോ ജോലി ഇല്ലാതെ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുമെന്നുള്ള എല്ലാം ഉണ്ടത്. ആളുകൾ പ്ലേസ് ആവും എവിടെയെങ്കിലും ഒക്കെ. കാരണം ആളുകൾക്ക് ജീവിച്ചേ പറ്റൂ. നമ്മുടെ ഒരു കാരിയർ കൗൺസിൽ എന്നുള്ള ഒരു നിലയിൽ നമ്മൾ ഒരാളെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കണം ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ഒരാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. കണ്ടിന്യൂസ് അപ്ഡേറ്റിംഗ് ആയിരിക്കും. സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മളൊരു കാരിയർ കൗൺസിൽ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് എന്താണ് പറഞ്ഞു കൊടുക്കാൻ? ജലീൽ സാർ, നമ്മൾ ഗസ്റ്റിനോട് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തു താങ്കൾ. പറയട്ടെ. അത് ഞാൻ അതേ പറഞ്ഞു, നേരത്തെ പറഞ്ഞു സ്കിൽഡും സെമി സ്കിൽഡും വർക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഞാൻ മിസ്റ്റർ ജലീല് പറഞ്ഞ കോൺസെപ്ച്വൽ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്.
സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളെ പറ്റിയാണ് ഇപ്പോൾ AI ടൂൾസിന്റെ പ്രൈമറി ഫോക്കസ്. വേറെ ഒന്നുമില്ല. നേരെ തിരിച്ച് ഒരു പ്രോഡക്റ്റ് ഇന്നോവേഷൻ, പ്രോഡക്റ്റ് ഡിസൈനിങ്ങില് ഇപ്പോ അത് മനുഷ്യന്റെ ഇത് വരണം. മനുഷ്യൻ തന്നെ വിചാരിക്കണം ഐഡിയ. അത് AI വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയത്. എന്തുണ്ടെങ്കിലും ദ കൈൻഡ് ഓഫ് ഇമ്പാക്ട് ബി ക്രിയേറ്റഡ് ബൈ എ പേഴ്സൺ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോ കമ്പ്യൂട്ടർ നമ്മൾ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ IT മേഖലയിൽ വർക്ക് ചെയ്യുക, ഹൂ ഈസ് ആക്ച്വലി സപ്പോർട്ടിങ് ദാറ്റ്? അതിനും മനുഷ്യൻ തന്നെ വേണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസത്തിന് മുകളിലാണ് നമ്മളിത്. നേരത്തെ മിസ്റ്റർ ജലീൽ പറഞ്ഞു, ഇപ്പോ ഓട്ടോകാഡ് വെച്ച് നിങ്ങളുടെ മിക്ക ഇതും ജോലി സമയങ്ങളും കുറഞ്ഞതും ആൾക്കാരെ ഗണ്യമായിട്ടുള്ള, സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലകൾ വരുമ്പോ ഞാൻ പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുകയാണ് പുതിയ പുതിയ. അല്ലാതെ അത് കുറയില്ല, ഒരിക്കലും കുറയില്ല. നമ്മൾ ഈ AI വെച്ചിട്ട് ഏത് രീതിയിൽ നമുക്കത് ഉപയോഗപ്രദമാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ശരിക്കും അത് മൾട്ടി ടാസ്കിംഗ് ആണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സിംഗിൾ ടാസ്കിംഗ് അല്ല, മൾട്ടി ടാസ്ക്. ഒരു വ്യക്തിനെ കൊണ്ട് പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആ രീതിയിലൊന്നും ആലോചിച്ചു. സാർ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് സാറ് പറഞ്ഞു നിർത്തിയതിനോട്. ഇപ്പൊ മനുഷ്യൻ ആവശ്യമുള്ള സ്ഥലത്ത് മനുഷ്യൻ തന്നെ എന്തായാലും വേണ്ടി വരും. ഇപ്പോ നമ്മുടെ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ നാട്ടിൽ ഇപ്പൊ മാർക്കറ്റിംഗിലൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. മമ്മൂട്ടി, മോഹൻലാലൊക്കെ വന്നിട്ട് ഒരു പ്രൊഡക്റ്റിനെ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അതിന് ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാർ കുറെ പേർക്ക് ഇപ്പൊ ചിലപ്പം ജോലി നഷ്ടപ്പെടും. കാരണം അവിടെ AI ടൂളുകൾ വരാൻ പോവാണ്. നമുക്ക് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രൂപലാവണ്യമുള്ള ഒരാളെ നമുക്കൊരു മോഡലായിട്ട് സൃഷ്ടിക്കാനും നമ്മുടെ പരസ്യങ്ങൾ ഉപയോഗപ്പെടുത്താനും പറ്റും. പക്ഷെ എന്തൊക്കെ തന്നെ ആയി കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിയോ മോഹൻലാലോ ഷാറൂഖ് ഖാനോ ഋത്തിക് റോഷനോ വന്നിട്ട് നേരിട്ട് വന്നിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരിക്കലും എത്തില്ല. എന്ന് പറയുന്ന പോലെ മനുഷ്യരുടെ എന്താ പറയാ പൂർണ്ണമായിട്ടും മനുഷ്യ ശക്തിനെ റീപ്ലേസ് ചെയ്യല്ല. ഞാൻ ഇന്ന് രാവിലെ കൂടി കേട്ട ഒരു പ്രഭാഷണത്തിൽ ഒരു വാക്ക് ഞാൻ സാറിനോട് ഞാൻ എടുത്ത് പറയണം. AI വന്നത് കൂടിയിട്ട് മനുഷ്യര് റീപ്ലേസ്ഡ് ആവില്ല. AIക്ക് അനുസരിച്ച് സ്വയം മാറാത്ത മനുഷ്യരെ റീപ്ലേസ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കാര്യമായിട്ട് വേണ്ട ഒരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അടുത്ത ചോദ്യം ശരത് സാർ ചോദിച്ചോളൂ. കേൾക്കുന്നില്ല? ശരത് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ സാർ. കേൾക്കുന്നില്ല. മിസ്റ്റർ ശരത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ശരത് സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. നിങ്ങൾ കേൾക്കുന്നില്ല, ഓഡിയോ കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ സം ടെക്നിക്കൽ പ്രോബ്ലം സാർ. അത് ലീവ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് ജോയിൻ ചെയ്താൽ ശരിയാവും. നല്ലൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അദ്ദേഹം അത് റെക്ടിഫൈ ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ചോദ്യം വേറെ ആരെങ്കിലും ഒന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സാർ. ഹിലാൽ സാർ. സാർ നമസ്കാരം. എന്റെ പേര് ഹിലാല്. സാർ ഇപ്പം നമുക്ക് എഞ്ചിനീയറിംഗില് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് അല്ലെന്നുണ്ടെങ്കിൽ AI, അതുപോലെ മെക്കാനിക്കൽ മേഖല, മെഡിക്കലിലെ മെഡിസിൻ, BDS, നഴ്സിംഗ്, BPharm, അങ്ങനെ കുറച്ച് മേഖല എല്ലാം ഉണ്ടല്ലോ. അപ്പം ഇനി അടുത്ത നമുക്കിപ്പോ ഒരു വരുന്ന ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന, അപ്പൊ അവര് എല്ലാ ഇപ്പൊ പുതിയ ജനറേഷൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് ആണ് എല്ലാവരും നോക്കുന്നത്. അത് വേറെ ഒന്നും നോക്കുന്നില്ല. അവരുടെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടാകുമെന്ന് മാത്രമേ എല്ലാവരും നോക്കുന്നുള്ളൂ. അപ്പം കുട്ടികൾ നമ്മളിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അടുത്ത, അപ്പം ഇവര് വന്നു കഴിഞ്ഞ ഒരു ഡിഗ്രി ലെവലിൽ അല്ലെന്നുണ്ടെങ്കിൽ PG, ഏത് 10 മികച്ച കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്തിലേക്ക് ബെറ്റർ എന്ന് പറയാൻ പറ്റിയ 10 മികച്ച കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? ഓക്കെ, ഒരു ഹയർ എഡ്യൂക്കേഷൻ ആണോ നോക്കുന്നത്? ഒരു സാധാ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ? ഏത് രീതിയിലുള്ള കോഴ്സ് നോക്കുന്നത്? സാർ അത് ഏറ്റവും ഇപ്പം ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ്. ഇപ്പം ചിലർക്ക് ടെക്നിക്കൽ ആയിരിക്കും താല്പര്യം, ചിലർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓരോ മേഖലയിലും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന 1-2 കോഴ്സുകൾ എല്ലായിടത്തും ഉണ്ട്. പറയാം. ഇപ്പൊ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖലകൾ നമ്മൾ നോക്കുമ്പോൾ, ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽസ് ആവാം, സർവീസ് ആണ്, ഹോട്ടൽസ് ആവാം, ഹോസ്പിറ്റൽസ് ആവാം, കെയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പൊ വൃദ്ധസദനങ്ങളും അതിന് പുതിയൊരു പേരുകളാണ്. ഈ ഹെൽത്ത് കെയറിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഫിൻലാൻഡിലും ധാരാളം ആൾക്കാർ പോകും.
ഹോസ്പിറ്റാലിറ്റി മേഖലകൾ ആൾക്കാർ ഊന്നൽ നല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഫാസ്റ്റ് ലൈഫില് ആൾക്കാർക്ക് മനുഷ്യർ നോക്കാൻ സമയമില്ല ആൾക്കാർ. ഇപ്പൊ സ്വന്തം ഇപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു വ്യക്തിപരമാണ്, ഞാനൊരു ഗ്രൂപ്പിലുണ്ട്, ഞങ്ങളുടെ ഒരു പഴയൊരു സ്കൂൾ. അപ്പൊ പറയാണ് ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഡിമെൻഷ്യയാണ്. ആ ഡിമെൻഷ്യ ആകുമ്പോ ആ അമ്മേനെ ഒരു വൃദ്ധസ്ഥലത്ത് കൊണ്ടുപോയി ആക്കിയില്ല. കാരണം മകൾക്ക് സമയമില്ല, മകള് വേറെ സ്ഥലത്താണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു ഫോട്ടോഗ്രാഫ് ഇട്ടു, അമ്മയുടെ ഫോട്ടോഗ്രാഫ് ഇട്ടു. അമ്മയ്ക്ക് ഡിമെൻഷ്യയാണ്, അമ്മ കഴിക്കണത് ഫോട്ടോഗ്രാഫ് ഇട്ടു. അപ്പൊ നമ്മള് ഒരു കുട്ടിക്ക് ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ഒരു സൈക്കോളജിക്കലായിട്ട് കുട്ടീന്റെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇപ്പത്തെ ഞാൻ ആ ഗ്രൂപ്പ് മാത്രമല്ല എല്ലാ ഗ്രൂപ്പിലും എന്താ നടക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള എന്താ ആൾക്കാർ പറയുക, ഒരാൾ പറയാണ് എനിക്കൊരു കെയറിങ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിനെ അറിയാം, നിങ്ങൾ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ അവിടെ കൊണ്ടുപോയി ആക്കാന്ന് പറയുന്നത്. അപ്പോഴും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നൗ വൈ ദിസ് ഇസ് ഹാപ്പനിങ്? അപ്പൊ ഞാനും ചോദ്യം ചോദിച്ചു. ഞാനിപ്പോ ഒരു ഇതിലല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ ചോദ്യം ചോദിച്ച കാര്യമാണ്. നമ്മൾക്ക് വയ്യാതെ ആവുമ്പോ, നമ്മൾക്ക് തലവേദനയോ ഒരു പനിയോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഒപ്പം ഇരുന്ന് ലീവ് എടുത്തിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സാഹചര്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയുടെയും ആ ഇമോഷണൽ ആയിട്ട്. നേരെ തിരിച്ച് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് വയ്യാതെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമയമില്ല. കാരണം അപ്പോഴും പറയത്ത നമ്മള് ഓട്ടത്തിലാണ്, മറ്റേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് പൈസക്കാണ് ആൾക്കാർക്ക് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോഴും നമ്മൾ 24 hours നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ ഫോർ എ ബിസിനസ് ഗ്രൂപ്പ്. അപ്പൊ എന്താ, മക്കളുടെ അസാന്നിധ്യം മക്കളായിട്ട് വേറെ രീതിയിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇമോഷണൽ ആയിട്ട് ബ്ലഡ് റിലേഷൻ ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി വരികയാണെങ്കിൽ അതൊരു വളരെ 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 വിചിത്രമായിട്ട് ഗ്രൂപ്പ് ആവാം, വിചിത്രമായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവാം. പക്ഷെ അത് വളരെയധികം പോസിറ്റീവാണ്. കാരണം അങ്ങനെ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ആക്ച്വലി അത് എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ കൊടകില് പ്ലേസ് എടുത്തിട്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ പ്രായമായവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, നല്ല കാര്യം. പക്ഷെ സ്വന്തം മക്കളുടെ മാതിരി ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സ്വന്തം മക്കളുടെ സാന്നിധ്യമാണ് അവിടെ വേണ്ടത്. പക്ഷേ ആ സാന്നിധ്യം ആ ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ബിസിനസ് പ്ലാൻ 101% വിജയിച്ചു എന്ന് പറയാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി അതൊന്ന് ആ രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. ഒന്ന് അത് നമുക്കൊരു ഫിലിം ഉണ്ടായിരുന്നു, പൃഥ്വിരാജിന്റെയും നവ്യ നായരുടെയും, ഏതാ ഫിലിം എനിക്ക് ഓർമ്മയില്ല. ഒരു ഫിലിം അമ്മക്കിലും. ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു പ്രചോദനമാണ് ശരിക്കും. അവസാനം പൃഥ്വിരാജ് അയാളുടെ കിഡ്നി ദാനം ചെയ്യാൻ പോകും ആ ഇത് നിലനിൽക്കാനായിട്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഇമോഷണൽ ബോണ്ടിങ് എന്നൊക്കെ പറയാം. ഒരു ആർക്കും വേണ്ടാത്ത കുറെ 10, 20 അമ്മമാർക്ക് വേണ്ടി അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് he is going to actually sell his kidney. സ്വന്തം മക്കൾക്ക് വേണ്ട ഈ അച്ഛനമ്മേനെ, ബാക്കിയുള്ളവരാണ്. അപ്പോ അതൊക്കെ കണ്ടുപടി. ദാറ്റ് ഏരിയ ഇസ് വെരി ഗുഡ്. ഇപ്പൊ എന്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ്, ഞാൻ ഇത് പറയും, ഒരു 15 ഫ്രണ്ട്സ് അവര് ഭാര്യമാര് ഇന്നിപ്പോ UK-ലും ഫിൻലാൻഡിലൊക്കെയാണ് കെയറിങ്. കാരണം ഈ ഭാര്യമാരെ പിന്നാലെ ഇവരും പോണ്ട് ഫ്രണ്ട്സ് അവിടെ പോയി ജോലി നോക്കാനായിട്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, 15 15 16 എന്ന് എനിക്കറിയില്ല. ഓപ്പർച്യൂണിറ്റി പ്ലെന്റി. എനിക്ക് അറിയണ ഒരാള് സ്വന്തം ഈ സ്റ്റാർട്ടഡ് എ ബിസിനസ് ആൻഡ് ഈസ് ഓൾറെഡി ഇൻ ന്യൂസിലാൻഡ് ആൻഡ് വേരിയസ് പ്ലേസസ്. തിരിച്ചും കേരളത്തിനും ഈ ഒരു അവസ്ഥ വരികയാണ്. കേരളത്തിനും ഈ അവസ്ഥ പതുക്കെ 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 കേരളത്തിന് മാത്രം ഇന്ത്യയിൽ വരും സ്വാഭാവികമായിട്ടും. ഇറ്റ് വിൽ ടേക്ക് 25 years. ഇപ്പൊ അത് വരാതെ പോലില്ല. കാരണം അവിടെ ആൾക്കാർ വളർന്നു, ദേ ഹാവ് ഡെവലപ്ഡ്. അതുകൊണ്ടാണ് അവിടെ ആൾക്കാർക്ക് സമയമില്ല നോക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ്. ഇവിടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കുറവാണ്. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കുറവാണ് ഇപ്പോഴും. നേരെ തിരിച്ച് അവിടെ അങ്ങനെയല്ല. ഹെൽത്ത് ഇസ് കംപ്ലീറ്റ്ലി, അതായത് അവിടെ ടാക്സ് വാങ്ങിക്കുന്നത് എഡ്യൂക്കേഷനും ഹെൽത്തിനും വേണ്ടിയിട്ടാണ്. മിക്ക യൂറോപ്യൻ കൺട്രീസിലും US-ലൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അവിടെയൊക്കെ. ഇപ്പൊ അയർലാൻഡിലൊക്കെ നമുക്ക് ഏറ്റവും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ യു ഗെറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇവിടെ അങ്ങനെയല്ല. നമ്മള് ചെന്ന് കഴിഞ്ഞാൽ 4 ലക്ഷം 5 ലക്ഷം കേൾക്കുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് പിടിച്ച ആൾക്കാർ മരിക്കും ആ പൈസ കേൾക്കുമ്പോൾ തന്നെ. കാരണം ഹെൽത്ത് ഇസ് വെരി കോസ്റ്റ്ലി ഇൻ ഇന്ത്യ.
അപ്പൊ അതിന്റെ ഒരു മേഖല ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റാലിറ്റി ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഏരിയ. സെക്കൻഡ് ഞാൻ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് ടൂറിസം മേഖല. ടൂറിസം മേഖലയിൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ, അതായത് ടൂറിസം മാനേജേഴ്സ് അല്ലെങ്കിൽ ടൂറിസം എക്സിക്യൂട്ടീവ്സ് അങ്ങനത്തെ രീതിയിൽ അതിനുള്ള പ്രാവീണ്യമുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്ത് വെരി ഗുഡ് ആക്ട്. ഇപ്പോ മിക്ക ആൾക്കാർക്കും എന്താ ഏതെങ്കിലും റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നിൽക്കാന്നാണ്. അതിന് ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഏരിയയിൽ അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ് us take എന്താ പറയാ, ലെറ്റ് us take വയനാട് ഫോർ എക്സാമ്പിൾ. വയനാട് ഒരു പ്രത്യേക ഒരു ഏരിയ എടുക്കാം. ആ ഏരിയയിൽ നമുക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പൊ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്ഥലം വാങ്ങിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാന്നല്ല, ഏത് രീതിയിൽ അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടാവാം, ഇല്ലേ, വേറെ രീതിയിൽ പൗൾട്രി ഫാമിംഗിൽ കൂടെ ആവാം, ഫ്ലോറിക്കൾച്ചറിൽ കൂടെ ആവാം, ഫ്ലവേഴ്സ്. ഇപ്പോ അപ്പൊ പല ടൂറിസം ഇസ് വൺ ഓഫ് ദ ഏരിയ. ഞാൻ 2 ഏരിയ പറഞ്ഞു, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. ദീസ് 2 ഏരിയസ്. ഫ്ലോറിക്കൾച്ചറും തൊടാത്ത ഏരിയയാണ് ഫ്ലവേഴ്സ്. ഇപ്പൊ വയനാട്ടിലേക്ക് ഉണ്ട് ലക്ഷക്കണക്കിന് റുപ്യ ഉണ്ടാക്കിണ്ടെന്ന് ഹാന്തൂറിയം ഒക്കെ വിറ്റിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ പൈസ. They go to Maharashtra, bring the seed, they sow it, and they make 48 lakhs, 50 lakhs മാസം തന്നെ. ഇഷ്ടം പോലെ പൈസ. സാറേ, സാറിന്റെ ആൻസർ കിട്ടിയോ? നമ്മുടെ സാറിന്റെ പേരെന്തായിരുന്നു? ചോദ്യം ചോദിച്ചു സാറിന്റെ പേര് ഹിലാൽ സാറേ. ആർ യു ഹാപ്പി വിത്ത് ആൻസർ? ഓക്കെ. സാർ, അങ്ങനെ ഇപ്പൊ ഈ ടെക്നോളജി ഒക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പുതിയ ടെക്നോളജി വരുമ്പോഴും അതിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്, പുതിയ പഠന ശാഖകൾ വരുന്നുണ്ട്. സാറിന് അറിയാലോ, ഇപ്പൊ ചാറ്റ് GPT വന്നു. ചാറ്റ് GPT ഒക്കെ വന്നോട് കൂടിയിട്ട് ബാർഡ് വന്നു. ബാർഡും ഇതുപോലുള്ള ഒരുപാട് ഇങ്ങനത്തെ ഈ AI ടൂളുകളൊക്കെ വന്നപ്പോ സാറിന് അറിയാലോ, ഇപ്പോ നമ്മൾ ചാറ്റ് GPT നമ്മൾ പ്രോംപ്റ്റ് ചെയ്യാറില്ലേ, നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാറില്ലേ? ഇപ്പൊ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ വന്നൊരു പുതിയ കോഴ്സിന്റെ പേരാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്. എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം, ഏറ്റവും കൃത്യമായ ആൻസർ കിട്ടുന്ന രീതിയിൽ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കോഴ്സ് ഞാൻ രാവിലെ ഞാൻ ചെയ്തു ഒരു കോഴ്സ് അതായിരുന്നു, എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാന്നുള്ളത്, കൃത്യമായിട്ട് ചാറ്റ് GPTയിൽ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഒരു ലൈനൊക്കെ അല്ലേ കൊടുക്കാറുള്ളത്, കൂടി പോയാൽ ഗിവ് മീ എ ആർട്ടിക്കിൾ റിഗാർഡിംഗ് ദിസ് ടോപ്പിക് എന്നല്ലേ കൊടുക്കാറുള്ളത്. അതിന് പകരം അത് കുറച്ചും കൂടി ഒരു 2-3 ലൈനിൽ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു പാരഗ്രാഫിലാക്കിയിട്ട് നമ്മൾ റിക്വയർമെന്റ് വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ടുള്ള ഉത്തരം ചാറ്റ് GPT തരും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ക്ലാസ്. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു കോഴ്സ് വന്നില്ലേ? അപ്പൊ ഇതിനു മുമ്പ് ഒരു കോഴ്സ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ അതാ പറഞ്ഞത്, അതൊരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സാർ. അപ്പൊ എന്തായാലും നമ്മൾ അതിനെ ടെക്നോളജി വരുന്ന വെച്ചിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരും, നമ്മളത് കണ്ടെത്തി നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ് ഇവിടുത്തെ ആവശ്യം. ശരത് സാർ, സാറിന്റെ ചോദ്യം. ശരത് സാർ. കേൾക്കുന്നില്ല. ശരത് പുള്ളി സംസാരിക്കുന്നുണ്ടോ? ഇപ്പോ സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. പക്ഷെ പ്രോബ്ലം. എന്തോ പ്രോബ്ലം? ഓക്കെ. ശരത് സാർ നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്, സാധാരണ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. സോ ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺസ് ഹി ഈസ് നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. It's almost 8:45. I'll take one or two questions. കാരണം എനിക്ക് നാളെ വേറെ യാത്രയുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണോ? എന്താ സാർ ചെയ്യേണ്ടത്? ഒന്നോ രണ്ട് ക്വസ്റ്റ്യൻ കൂടി എടുക്കാം, അത് കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം എനിക്ക് നേരത്തെ യാത്രയുണ്ട്. ഓക്കെ. അപ്പോ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സാറ് തിരക്കുള്ളത് കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോ സാറേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. സാർ, നമുക്കിപ്പം ഞാൻ നേരത്തെ ചോദിച്ചത് സാറിന് മറുപടി എനിക്കിപ്പോ പുതിയ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇപ്പം മെഡിക്കലില് കൂടുതലായിട്ട് ആളുകൾ മെഡിസിൻ അല്ലെങ്കിൽ BDS അങ്ങനെ ഡോക്ടർ സെഗ്മെന്റിൽ കുറച്ച് കോഴ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ കുട്ടികൾ പോകുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ മെഡിക്കലിൽ നഴ്സിംഗ് ആണ്. BS നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലേക്കാണ് കൂടുതലും പോകുന്നത്. അപ്പം ഇതല്ലാതെ നമുക്ക് മെഡിക്കലിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ഇപ്പം കോഴ്സുകൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 3-4 കോഴ്സുകൾ ഏതായിരിക്കും? തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പി.
ഫിസിയോതെറാപ്പി ഈസ് വൺ തിങ്. സെക്കൻഡ്, നമ്മൾ സൈക്കോളജിക്കലായിട്ട് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റണ. മിക്ക ആൾക്കാർക്ക് ഇപ്പൊ ആങ്സൈറ്റി ഭയങ്കരമാണ്. മിക്ക ആൾക്കാർക്കും ഇപ്പൊ സ്ട്രെസ് വന്നിട്ട് പേടിയാണ്. മിക്ക ആൾക്കാർക്കും പല കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങള് പല ആൾക്കാർക്കും ഇപ്പൊ രാത്രി ഉറക്കില്ല. മിക്ക ആൾക്കാർക്കും ഇപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാ പണത്തിന് നമുക്ക് ഭരിക്കണം, പണം നമ്മളെ ഭരിക്കരുത്. ഈ രണ്ട് വാക്കിന്റെ വ്യത്യാസം. പക്ഷെ അത് നേരെ തിരിച്ചോ, പണം നമ്മളെ ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കഴിയും അത്. ഓക്കെ. അപ്പൊ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് ഉണ്ട്. ഫിസിയോതെറാപ്പി ഒന്ന് ഞാൻ പറഞ്ഞു. പിന്നെ സ്പോർട്സ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് ഇപ്പോഴത്തെ പാരന്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ. ഞാൻ ഇന്നാള് ഒരു മൈസൂരല്ല ബെൽഗാവിന്റെ അപ്പുറം ഒരു സ്കൂളിന്റെ ഒരു ഇത് കണ്ടിരുന്നു. ജസ്റ്റ് പ്രൊമോട്ടിങ് സ്പോർട്സ് ഹെൽത്ത്. വേറൊന്നുമില്ല. സ്കൂളിന്റെ പേര് ഇന്റർനാഷണൽ സ്പോർട്സ് സ്കൂളാണ്. ആൻഡ് ദാറ്റ് ഈസ് ബീങ് റൺ ബൈ എ ബ്രിഗേഡിയർ. ഈസ് ബീങ് റൺ ബൈ എ ബ്രിഗേഡിയർ ബെൽഗാം. എന്നെ വിളിച്ചിരുന്നു അപ്പോ അതിൽ സംസാരിക്കാനായിട്ട്. അപ്പോ വേറെ രീതിയിലേക്ക് ഇതാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഒരു കൺസൾട്ടൻസി ആസ്പെക്ട്സിലേക്ക് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഒരു പ്രോസസ്സിന് വേണ്ടി. അപ്പൊ അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പൊ വി ആർ ആക്ച്വലി ട്രൈങ് ടു ഡു ദാറ്റ് ആക്ച്വലി ഫോർ ദം. ആക്ച്വലി വി ആർ ട്രൈങ് ടു ഡു ദാറ്റ് ഫോർ ദം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സ്പോർട്സ് ഹെൽത്ത് എന്നുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം സ്പോർട്സും ഹെൽത്തും എങ്ങനെയാണ് നമുക്ക് യോജിപ്പിക്കാൻ പറ്റുക എന്നാണ് ആൾക്കാർ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോ ഈ ഡിസൈനിങ് ഇസ് വൺ തിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസൈനിങ് ആസ്പെക്ട്സ്, ജ്വല്ലറി ഡിസൈൻ. ഇപ്പോ ഗോൾഡിന്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് കൂടുതലാണല്ലോ, സ്വാഭാവികമായിട്ടും. ജ്വല്ലറി ഡിസൈൻ ഇന്ന് ഇന്ത്യയില് ആ ഡിസൈനിങ് കോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്. ജ്വല്ലറി ഡിസൈൻ വളരെയധികം സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് ജ്വല്ലറി ഡിസൈൻ. ഞാൻ പറഞ്ഞു നേരത്തെ നഴ്സിംഗ് സ്വാഭാവികമായിട്ട് അത് കെയറിങ്ങിന്റെ ഒരു, അതുകൊണ്ടാണ് ഞാൻ ടച്ച് ചെയ്യാറ്. നഴ്സിംഗ് ആയിട്ട് കെയറിങ്ങിന്റെ ഒരു ഏരിയ ആണ്, അതൊന്നും വ്യത്യാസമൊന്നുമില്ല. ബട്ട് ജ്വല്ലറി ഡിസൈൻ ഇസ് വൺ തിങ് വിച്ച് യു ക്യാൻ ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട്. സാർ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യാ, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് ഗോഡ്. എവിടെന്നെങ്കിലും ഞാൻ ഐ വാസ് വെരി ഈഗർ ടു ടോക്ക് ടു യു. യാ മിസ്റ്റർ ശരത് പറയൂ. സർ ഒന്ന് രണ്ട് ആഡ് ഓൺ പോയിന്റ്സ് കണ്ട പോലെ പറയൂ. അറിയില്ല സർ. ഞാൻ കൊച്ചിൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കൊച്ചിൻ, ഒരു നേവൽ വെറ്ററൻ ആണ്. അപ്പൊ ഇങ്ങനെ നേവി ആയിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എൻകൗണ്ടർ ചെയ്തതാണ്. കൊച്ചിനോട് ഓക്കെ, ഞാൻ കാക്കനാടാണ് സർ. പറയൂ മിസ്റ്റർ ശരത് പറയൂ. സർ ഒന്ന് ജലീൽ സർ പറഞ്ഞതും രണ്ടാമത് സംസാരിച്ച സർ പറഞ്ഞതിന് ഒന്ന് രണ്ട് ആഡ് ഓൺ പോയിന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് സർ. സാർ പറഞ്ഞെന്ന് ഉമേഷ് സാറിന്റെ പോയിന്റ് സസ്റ്റൈനബിലിറ്റി ആയിരുന്നു സാറിന്റെ പോയിന്റ് തന്നെ. സോ നമുക്ക് ഇപ്പോൾ AI വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പേടി ഒരു സമയത്ത് കമ്പ്യൂട്ടർ വന്നപ്പോഴുള്ള പേടി തന്നെയാണ്. ഇത് വന്ന ആൾക്കാരുടെ എല്ലാം ജോലി ഈറ്റപ്പ് ചെയ്യുമോ എന്നുള്ളൊരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കമ്പ്യൂട്ടർ വന്ന സമയത്തും ഉണ്ടായിരുന്നു, ഇപ്പൊ AI വന്ന സമയത്തും ഉണ്ട്. ബട്ട് ഇറ്റ് വിൽ ക്രിയേറ്റ് അനദർ വർക്ക് എൻവയറമെന്റ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് എല്ലാം പറയുന്നത്. അതിനകത്ത് ആസ് എ കരിയർ കൗൺസിലർ നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം നമ്മൾ അപ്ഡേറ്റ് ആവണം. ഇപ്പൊ അജിം സാർ പറഞ്ഞ പോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു അറീന നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയുക, അഡീഷണൽ ആഡ് ഓൺ കോഴ്സസ് പുതിയത് എന്താണെന്ന് അറിയുക, അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. പിന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് പോയിന്റ്സ് മിസ്സായി പോയത് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളിലും റീറ്റെയിൽ പോലുള്ള കാര്യങ്ങളിലും ഒരുപാടധികം വേക്കൻസീസ് ഉണ്ട്. ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഞാൻ റിലയൻസിലാണ് വർക്ക് ചെയ്യണത്. എന്റെ റിലയൻസ് തന്നെ ആസ് ഓൺ ഡേറ്റ് ഒരു മോർ ദാൻ 50 or 100 വേക്കൻസീസ് കേരളത്തിൽ തന്നെയുണ്ട് ആസ് ഡിപ്പാർട്ട്മെന്റൽ മാനേജർ, സ്റ്റോർ മാനേജർ, ആ ലെവലില്. സോ വേക്കൻസീസ് ആർ എനോർമസ്, ഓപ്പർച്യൂണിറ്റി എനോർമസ് ഉണ്ട്. ബട്ട് നമുക്ക് ആ ലെവലിലേക്ക് ആൾക്കാരെ ഗൈഡ് ചെയ്യാൻ പറ്റണം ആസ് എ കരിയർ കൗൺസിലർ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ മേഖല ടച്ച് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു സ്റ്റാറ്റസ് റീറ്റെയിലിംഗിലും FMCG ഇതിലും ഉണ്ടാവില്ല. ലോജിസ്റ്റിക്സ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്റെ വളരെ സസ്റ്റൈനബിൾ കാരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിന് സ്വാഭാവികമായിട്ട് കുറച്ചൊക്കെ ഒരു സമയം വേണ്ടേ കുടുംബത്തിന് വേണ്ടിയിട്ട്. മറ്റേ രാവിലെ 9 മണിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ റിലയൻസ് ഇപ്പൊ ശരത്ത് ഇപ്പൊ എവിടെ എനിക്കറിയില്ല, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു സർ? ഇപ്പോ അതായത് ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടറിൽ വലിയ പ്രശ്നങ്ങളില്ല സർ. സപ്പോസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ there will be 2 or 3 players around India.
ഒന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ അതന്നെ ആയിരിക്കും, പറയട്ടെ, ബാക്കിയൊക്കെ ഒന്ന് എന്താ റിലയൻസ് ഗ്രൂപ്പിന്റെ ആയിരിക്കും. റിലയൻസ് ഗ്രൂപ്പ് ലേറ്റസ്റ്റ്ലി നമുക്ക് ഇപ്പൊ അജ്മൽ ബിസ്മി നമ്മൾ മീൻസ് റിലയൻസ് ടേക്ക് ഓവർ ചെയ്തു. ഓൾ സ്മോളർ കമ്പോണൻസ് എല്ലാം ഇപ്പൊ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ഡൗണിലാണ് ആദിത്യ ബിർളയുടെ. സോ അൾട്ടിമേറ്റ്ലി 2 or 3 players വിൽ ബി ഡൗൺ സൈസ് ചെയ്ത് വരും. അപ്പൊ ആ പ്ലേയേഴ്സ് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെക്ടറിൽ ടോട്ടൽ അവേഴ്സ് വർക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് 9 hours a day. അപ്പൊ അത് കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ നോബഡി ഈസ് ഫോഴ്സിങ് us. ഞാൻ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് റിലയൻസിൽ റീറ്റെയിലിൽ വർക്ക് ചെയ്യാണ്. സോ 9 hours കൂടുതലൊന്നും ആരും പുഷ് ചെയ്യുന്നില്ല. പിന്നെ എന്താ പറയാ, നമ്മൾ ഹൗ വർക്കഹോളിക് വി ആർ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഹൗ ആൽക്കഹോളിക് വി ആർ. നമ്മൾ എത്രത്തോളം അതിനെ എൻജോയ് ചെയ്യുന്നു അതുപോലെയാണ് നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ ബാലൻസ്. സോ റീറ്റെയിലിൽ വലിയ ഓർഗനൈസ് റീറ്റെയിലിൽ വലിയ പ്രശ്നങ്ങളില്ല. അൺഓർഗനൈസ് സെക്ടേഴ്സിൽ ഈ സാറി പറഞ്ഞ പ്രശ്നമുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് പ്രശ്നങ്ങൾ. രാവിലെ തുടങ്ങിയ ഒരാള് നൈറ്റ് വരെ കടയിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഈ അൺഓർഗനൈസ് റീറ്റെയിലിൽ. സർ എന്റെ ക്വസ്റ്റ്യൻ അവിടെയല്ല സർ. എന്റെ ക്വസ്റ്റ്യൻ സാർ ഇപ്പൊ നജീബ് സാർ പറഞ്ഞു, സാർ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. സർ മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ യു മാനേജ് ടു റീച്ച് ദിസ് ഹൈ ആസ് എ കരിയർ കൗൺസിലർ. നമുക്ക് ഒരു ആളെ ഈവൻ ഒരു ഹയർ ടോപ്പ് മാനേജ്മെന്റ് ആളെ ആണെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് വരുമ്പോ സാറ് ടച്ച് ചെയ്ത പോയിന്റ്സ് ഒന്ന് പറയാമോ സർ, സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഏത് ലൈനിൽ പോയാൽ ഒരു ഹയർ ഓപ്ഷൻസ് കിട്ടും എന്നുള്ളത്. എനിക്ക് മനസ്സിലായില്ലേ ചോദ്യം? Sir, you were working Institute in Kerala. അതെ. Now you are working in Liberia as a president of a college or university. Absolutely. In addition to that, you are working as ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ കൂടെയും അല്ലാതെ ബിഗ് മെഗാ ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ ക്രൈസിസ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് സാർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ സാർ എങ്ങനെ ആ ലൈനിലേക്ക് എത്തി? Okay, fine. That's a very good question. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇനിയിപ്പോ എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് പോപ്പുലർ ഗ്രൂപ്പിലാണ്. 1995 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മാനേജ്മെന്റ് MBA കഴിഞ്ഞിട്ട് ആസ് എ ട്രെയിനർ ഡയറക്ട്ലി 22-ാം വയസ്സിൽ ഞാൻ കൊച്ചിൻ റിഫൈനറി പോയിട്ട് 45 വയസ്സുള്ള ആൾക്കാർക്ക് ക്ലാസ് എടുക്കുന്ന എന്റെ തുടക്കം. ഓക്കെ, മൈ ഡയറക്ടർ ആക്ച്വലി മോട്ടിവേറ്റഡ് മീ ടു ഗോ ആൻഡ് ടേക്ക് എ ക്ലാസ് ഓൺ എനിക്ക് ഏതാ ടോപ്പിക് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഐ ടുക്ക് എ ക്ലാസ്. 22 വയസ്സാണ്. അപ്പൊ അന്നത്തെ 22 വയസ്സായുള്ള ഒരാള് 50 വയസ്സായുള്ള ആൾക്കാർ അവർക്ക് റിഫ്രഷർ കോഴ്സ് മതിയാണ്. ഇത് കഴിഞ്ഞപ്പോ ഐ ആക്ച്വലി ചേഞ്ച് മൈ ഏരിയ. ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോ ഐ വെന്റ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് ഐ ജോയിൻഡ് വൺ ഓഫ് ദ ഓർഗനൈസേഷൻ കോൾഡ് സേവർ ഇൻ കിഴക്കമ്പലം ആസ് എ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ്. അവിടെ 5-6 CNF ബ്രാഞ്ചും ഒക്കെ ഉണ്ടായിട്ട് 16 ബ്രാഞ്ചും CNF ഒക്കെ മാറ്റിയിട്ട് മാർക്കറ്റിംഗ് മേഖല ഏകദേശം അവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ബേസിക്കലി എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഡിസൈനിങ്ങും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ട് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റും എന്ന രീതിയിൽ. അപ്പൊ ശരിക്കൊരു സ്ട്രക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊഫഷണൽ സ്ട്രക്ചർ ഉണ്ട്. സ്വാമിയുടെ ഫാമിലി ബിസിനസ് നടത്താൻ പോലെ. പക്ഷെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഒരു ലെറ്റർ അടിക്കാനും ഇൻസ്റ്റിറ്റ്യൂഷണൽ തരത്തിലുള്ള ലെറ്റർ അടിക്കാനും ആ ലെറ്ററിനുള്ള അതിന്റെ റെപ്പോസിറ്ററീസ് ഡെവലപ്പ് ചെയ്യാനും അതിന്റെ ബാക്കപ്സ് ക്രിയേറ്റ് ചെയ്യാനും ആൾക്കാരെ പഠിപ്പിക്കാനും ടീം ബിൽഡ് ചെയ്യാനും. ഓക്കെ, യു ഹാഡ് ടു ആക്ച്വലി ഇന്റഗ്രേറ്റ് ഇറ്റ്. ഇത് കഴിഞ്ഞപ്പോ ഞാൻ മാനേജർ കഴിഞ്ഞപ്പോ ഐ ആക്ച്വലി ബിക്കം എൻ ഓൺട്രപ്രൂണർ. ആ ജോലിയൊക്കെ രാജിവെച്ചിട്ട് എന്റെ പാരന്റ്സ് എന്നെ പ്രഷറൈസ് ചെയ്തിട്ട് ഞാൻ ആ ജോലി എന്റെ ബ്രദർ വാസ് ഇൻ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. വി സ്റ്റാർട്ടഡ് എ റൂറൽ ഐ ഹോസ്പിറ്റൽ ഇൻ കാസർഗോഡ്. വി സ്റ്റാർട്ടഡ് റൂറൽ. ഐ ബിക്കം എൻ ഓൺട്രപ്രൂണർ. അപ്പൊ ജോലി ശമ്പളമില്ല, അച്ഛനമ്മയുടെ പെൻഷൻ കൊണ്ടാണ് കാര്യങ്ങൾ വന്നത്. അപ്പൊ സ്വഭാവ ക്രൈസിസ് ആണ് ശരിക്കും നമ്മളെ ലൈഫിന് ക്രൈസിസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ഹോസ്പിറ്റൽ ഇസ് റൈറ്റ് നൗ ഒരു 40-45 എംപ്ലോയീസ് ഉള്ള ഹോസ്പിറ്റലാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. 250 സ്ക്വയർ ഫീറ്റിൽ നമ്മള് ഒരു ഒരപ്പര എന്നൊക്കെ പറയും, ഒരു വീടിന്റെ ബാക്കിലുണ്ടല്ലോ ഒരു വിറക് വരാം, അത്രയും ചെറിയൊരു രീതിയിലാണ് ആ ഹോസ്പിറ്റൽ തുടങ്ങിയത്. നൗ ദ ഹോസ്പിറ്റൽ ഹാസ് അറൌണ്ട് 6 eye doctors. Okay, now, but
മൈ പാഷൻ ഫോർ അവിടെയും എടുക്കുമ്പോൾ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പോയിരുന്നു. ബ്രദർ പറഞ്ഞ പല സ്കൂൾസിലും ഒക്കെ ക്ലാസ്സിൽ ബിക്കോസ് ഐ യൂസ് ടു ടേക്ക് മെമ്മറി ഡെവലപ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്റെ പ്രധാനപ്പെട്ട രണ്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മെമ്മറി ഡെവലപ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഏരിയ. മെമ്മറി ഡെവലപ്മെന്റ് എന്നൊരു കോഴ്സ് ഞാൻ ഓഫർ ചെയ്തിരുന്നു സ്കൂളുകളിലും ടീച്ചേഴ്സിനൊക്കെ കോഴ്സ് ഓഫർ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോ മൈ പാഷൻ ഫോർ അക്കാഡമിക് ആക്ച്വലി ഡിഡ്ന്റ് റെസ്ട്രിക്ട് ആൻഡ് ഐ ആക്ച്വലി ഗോട്ട് ഇൻ ടു DC സ്കൂൾ. അവിടുന്നാണ് DC സ്കൂളിൽ നിന്നാണ് ശരിക്കും ഒരു മെന്ററിംഗ് എന്നുള്ള രീതിയിൽ ഉണ്ടായത്. മെന്ററിംഗ് എന്നുള്ള അക്കാഡമിക്സ് പാഷൻ, ടീച്ചിങ്ങിന്റെ പാഷൻ മാത്രമല്ല, ഇറ്റ് വെന്റ് ഓൺ ഫോർ ആർട്ടിക്കുലേറ്റിംഗ് അക്കാഡമിക്സ് ആസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾ. വി ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം ഫോർ എവറിഥിങ് ആൻഡ് വി ബ്രോക്ക് ഓൾ കൺവിക്ഷൻസ് ഓഫ് ടീച്ചിങ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പൊ ശരത്ത് ചോദിച്ച ചോദ്യത്തിന് എന്റെ എംപ്ലോയേഴ്സ് ആണ് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നത്, വേറെ ആരും. എന്റെ എംപ്ലോയേഴ്സ് ഭാഗ്യം എന്നുള്ള പറയാം. ആ എംപ്ലോയേഴ്സ് നമ്മള് ശരിക്ക് യു പുട്ടിന് പോണ്ട് നൗ യു സ്വിം എന്നാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയറും കൂടി അങ്ങനെയായിരുന്നു. ലൈബ്രറിയെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് റിയൽ ക്രൈസിസ് ആൻഡ് ദാറ്റ് ഇൻ എ കോവിഡ്. ഞാൻ ഒരു അക്കാഡമീഷ്യൻ, ഐ ആക്ച്വലി ഹാഡ് ടു ജംപ് ഇൻ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, ലീഗൽ സ്റ്റാറ്റസ്. പല പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കോഴ്സ് പോർട്ട്ഫോളിയോ നമുക്ക് അറിയാലോ. 8 മാസം ഒരു യൂണിവേഴ്സിറ്റി അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ശമ്പളം എവിടെ നിന്ന് കൊടുക്കും? ഞാനാണ് ഉത്തരവാദി. ഐ ഹാഡ് ടു ഗിവ് ദ സാലറി. കംപ്ലീറ്റ്ലി ഒരു ഡോളർ പോലും വരാത്ത, $1000 വന്ന മാസങ്ങളുണ്ട് നമുക്ക്. അത്രയും ഇത് വരുന്ന സമയത്ത് അപ്പൊ എങ്ങനെയാണത് മാനേജ് ചെയ്തതെന്നുള്ള നമുക്കത് ആ ഒരു ക്രൈസിസ്, അതായത് നേരത്തെ പറഞ്ഞ ക്രൈസിസ് ഇസ് സംതിങ് വിച്ച് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് മൈ ലൈഫ് ആക്ച്വലി. അപ്പോ അക്കാഡമിക്സിലെ പല കാര്യങ്ങളും പഠിച്ചിട്ട് ആ ടീച്ചിങ് ലൈഫ് whatever I have learned actually, it is not just conceptual. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അതിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ എംപ്ലോയേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഉമേഷ് എന്നുള്ള വ്യക്തിക്ക് ഒരു ടീച്ചിങ് എന്നുള്ള പാഷൻ അല്ലാതെ ഈ വ്യക്തി സ്വാഭാവികമായിട്ടും ഈ ലൈനിൽ കൂടിയും പോയി കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ, ഓപ്പറേഷൻ ആസ്പെക്ട്സ്. ഇപ്പൊ ഞാൻ ഏത് സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും this one was given into conferences, collaborations, MDPs, FDPs, organizing, designing, എല്ലാ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തന്നിരുന്നു പല രീതിയിലും. ഇപ്പൊ നജീബ് നെഹ്റുവിൽ വർക്ക് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു നെഹ്റുവില് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. വി ലോഞ്ച്ഡ് എ ഇന്റർനാഷണൽ കോൺഫറൻസ് കോൾഡ് റേം ഓഫ് മാനേജ്മെന്റ് ഇൻ ഭഗവത്ഗീത. നജീബ് അതിന്റെ എന്റെ കോർഡിനേറ്റർ. Can you imagine? Rame of management, we got 534 papers. Out of that, 79 international papers. 79 international papers. And we got N.S. Ramaswamy from IIM Bangalore, Sangeeta Menon of Institute of Science. We got Jayakumar, Malayalam University, the Vice Chancellor, became as the chief guest. And after that, there was no program like that. 100%. ഓക്കെ. അപ്പൊ നമുക്ക് എവിടുന്നാണ് നമുക്ക് ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ശരത്ത് ചോദ്യം നമ്മള് ഏത് പ്രായത്തിലും നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള ഒരു ഘടകം ഉണ്ടെങ്കിൽ നമ്മള് മനസ്സുകൊണ്ട് മാത്രം നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ഓക്കെ. ഇപ്പോ ഞാനിപ്പോ ഇത് പറയാം, റിലിജിയൻ പറയല്ല, ഒന്ന് ആലോചിച്ചു. ഭഗവത്ഗീത നജീമുദ്ദീനും ഒന്ന് ആലോചിച്ചാൽ മതി. യു സീ നൗ ദിസ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ്. Okay. Now I was very, very sure that this is going to happen. Okay. ഇവിടെ മാത്രമല്ല, ഞാൻ DC-ലുള്ളപ്പോഴും ഫാമിലി ബിസിനസ് മാനേജ്മെന്റ് ലോഞ്ച് ചെയ്തിരുന്നു. We did it with the Indian School of Business. ഹാർവാർഡ് ബിസിനസ് ട്രെയിൻ നെഗോസിയേഷൻസ് ഒരു ഇത് ഗ്രീനിവേഴ്സൽ എൻവയറമെന്റ്. അപ്പൊ ബിസിനസ് ജേർണലിസം ആരും വിചാരിക്കാൻ പറ്റില്ല. ബിസിനസ് ജേർണലിസം ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഫ്ലോ. പക്ഷേ 10-22 ആൾക്കാർ തലത്തലേ ദിവസം 22 ആൾക്കാരെ ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തത്. And we got into photojournalism, we got into financial journalism, we got into journalism. പല മേഖലകളായിട്ട് തിരിഞ്ഞിട്ട് we got people for that. ടോംസ് കറി അങ്ങനത്തെ ആൾക്കാർ വന്നു അവസാനം. അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വാക്കുണ്ട്, പെർസിവിയറൻസ്. If you want to do something, okay, you are destined to do it. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിച്ചിരിക്കണം. ഇപ്പൊ റേമ മാനേജ്മെന്റ് ഭഗവത്ഗീത തുടങ്ങിയപ്പോ ആരും വിചാരിച്ചില്ലേ നടക്കും? ആരും വിചാരിച്ചില്ല. പക്ഷേ അതിന്റെ ഇമ്പാക്ട് വാസ്
എന്താ പറയുക, ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇന്നും ഐ എം ഷുവർ ഇഫ് യു ആസ്ക് ഡോക്ടർ കൃഷ്ണദാസ് ദ ചെയർമാൻ, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടെങ്കിൽ, നെഹ്റു ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ എഴുതി വയ്ക്കാം റേമ മാനേജ്മെന്റ് ഭഗവത്ഗീത. കാരണം അത് നെഹ്റുവിന് മാത്രമല്ല, പല ഇതിലും രീതിയിലും. എൻ്റെ അച്ഛൻ്റെ ശതാഭിഷേകത്തിന്റെ ഒരു റൂറൽ ഹോസ്പിറ്റലിൽ നടത്തിയപ്പോ 2016 അന്ന് വന്ന ക്രൗഡ് ഒരു ഓർഗനൈസേഷൻ ഒരു ഇതിലും ഉണ്ടാവില്ല, ഉറപ്പുള്ള കാര്യം. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹാർട്ട് റിലേഷൻ, ഇറ്റ്സ് എ ഹാർട്ട്ഫുൾ റിലേഷൻ. അതുകൊണ്ട് ഞാൻ പറയണം, മനസ്സോട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി അധികം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്റലിജൻസ് വരും, ഇന്റലിജൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അറഗൻസ് വരും. ബുദ്ധി അധികം ഉണ്ടായി അറഗൻസ് വരും. അപ്പൊ ബുദ്ധി അധികം പാടില്ല ഒരിക്കലും. ബുദ്ധിക്ക് പകരം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കൗൺസിലേഴ്സ് കാരിയറിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഹൃദയത്തിലേക്ക് ഒന്ന് ചോദിക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് എ. അപ്പൊ ആ ഒരു സ്റ്റാറ്റസിലാണ് ഞാനിപ്പോ ഒരു ബ്രേക്കിൽ വന്ന സമയമാണ്, ലൈബ്രറിയിൽ നിന്ന് ഞാൻ ബ്രേക്കിൽ വന്നതാണ്. ഐ ആം വർക്കിംഗ് ആസ് എ കൺസൾട്ടന്റ് ടു ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ഐ ആം ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ എന്ന രീതിയിൽ കൺസൾട്ട്. പക്ഷെ ഞാനിപ്പോ ഒരു 3-4 മാസം കൊണ്ട് തിരിച്ചു പോകും. കാരണം അവിടേക്കല്ല, വേറെ സ്ഥലത്തേക്ക്. കാരണം എന്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഗോ ടു അനദർ കൺട്രി ഫോർ ഇറ്റ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഏതൊക്കെ രീതിയിൽ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഏതെങ്കിലും കമ്പനി ആർക്കും താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ നമ്പർ ഒന്ന് എഴുതിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നജീബിനോട് ചോദിക്കാം. എന്റെ നമ്പർ 9446344155 എന്നുള്ള നമ്പർ, 9446344155. ഇറ്റ്സ് വെരി ഈസി ടു റിമെമ്പർ. അപ്പൊ അത് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് കൺസൾട്ടൻസി ചെയ്യുമ്പോൾ ഞാൻ നജീബായിട്ട് വളരെ ക്ലോസ് ആണ് എന്ത് കാര്യങ്ങൾ. അപ്പൊ ക്രിയ ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഡു ഇറ്റ് ത്രൂ ക്രിയ ഓൾസോ, വേർ ഐ വിൽ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് മൈ റിക്വയർമെന്റ്സ് ഇഫ് റിക്വയർഡ്. എന്റെ അഡ്വൈസസ് എന്നല്ല, എന്റെ സപ്പോർട്ട് ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും. താങ്ക്സ് ശരത് ഫോർ ദ ആൻസർ ക്വസ്റ്റ്യൻ. ഓക്കെ ശരത് സാർ, ഞാൻ ഹിലാൽ സാറിനുള്ള ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ഹിലാൽ സാർ, നമ്മള് ഇപ്പൊ സാറ് ചോദിച്ച ചോദ്യത്തില്, അതായത് കുറച്ച് നല്ല കോഴ്സുകളെ പറ്റി പറയാമെന്ന് വെച്ചു. എക്സ്ക്ലൂസീവ്ലി ഒരു സെഷൻ വരുന്നുണ്ട്, വരുന്ന ആഴ്ചകളിലായിട്ട് ഒരു എക്സ്ക്ലൂസീവ് സെഷൻ ഇപ്പൊ നമുക്ക് പറയാവുന്ന, ഇപ്പൊ സാറ് പറഞ്ഞതിന് പുറമെ ഉള്ള കുറച്ച് എക്സ്ട്രാ കോഴ്സുകളെ പറ്റിയിട്ട് വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാറിന് അതുകൊണ്ട് പിന്നെ ശരത് സാറും പിന്നെ ഇവിടെ ഈ കേട്ടിരിക്കുന്ന എല്ലാവരും കൂടി അറിയാൻ വേണ്ടി പറയാണ്. സാറ് പറഞ്ഞ പോലെ ഞാൻ സാറിന്റെ കൂടെ അന്ന് തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. നെഹ്റു കോളേജിൽ സാറ് ഡയറക്ടർ ആയിരുന്ന സമയത്ത്, MBA ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു, പ്ലേസ്മെന്റ് ഓഫീസർ കൂടി ആയിരുന്നു. ആ സമയത്താണ് സാർ അതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് നടത്തിയത്. ആ ഭഗവത്ഗീത കോൺഫറൻസ് എന്ന് പറഞ്ഞ കോൺഫറൻസ്, ഓരോ കാര്യങ്ങളും അതിന്റെ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിൽ വരെ സാറിന്റെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. അതിൽ ഓരോ കാര്യങ്ങളിലും വളരെ അതിന്റെ ഒരു എസ്തെറ്റിക് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് അതിന്റെ ഓരോ നുവാൻസസിലും സാറിന്റെ അഭിപ്രായം പറഞ്ഞ് അങ്ങനെയാണ് ആ പ്രോഗ്രാം നടത്തിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഉള്ളുകൊണ്ട് ഇങ്ങനെ അടക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെ എവിടെ എത്തും നോക്കാം, ഇത് എങ്ങനെ എത്തും, അത് മിക്കവാറും ഇത് ഫ്ലോപ്പ് ആകും എന്ന രീതിയിൽ വരെ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത് ഇങ്ങനെ ഒരു മാസീവ് സക്സസ് ആയിട്ട് അത് മാറിയത്. അത് ആ ഒരു ലെഗസി പിന്നെ പിന്തുടരാൻ പിന്നെ അവിടെ വന്നുള്ള ഒരാൾക്കും പറ്റിയിട്ടില്ല എന്നതാണ്. പിന്നെ ഇവിടെ അതിനുശേഷം ഒരു കോൺഫറൻസ് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതത്. ഡോക്ടർ ഉമേഷ് നീലകണ്ഠൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു മാനേജ്മെന്റ് സ്കില്ലിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം. അവിടെ ഞാനും സാറൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു പ്രമാദമായിട്ടൊരു വിഷയം ഉണ്ടായത്. ഒരു ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ച ഒരു സാഹചര്യം, ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച സാഹചര്യം, അതിന്റെ പേരിൽ ഭയങ്കര കലാപങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം. ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കും ജിഷ്ണു പ്രണോയിന്റെ സൂയിസൈഡുമായി ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ. അത് ഞങ്ങൾക്കുള്ള സമയത്താണ് ആ കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം അവിടുത്തെ കോളേജിനകത്തുള്ള ഒരു അന്തരീക്ഷം വളരെ കലുഷിതമാവുകയും പല സ്ഥലത്തും പാർട്ടികളൊക്കെ രൂപപ്പെടുകയും കോളേജിനകത്ത് ക്യാമ്പസ് പൊളിറ്റിക്സ് രൂപപ്പെടുകയും പല പ്രശ്നങ്ങളും കലാപങ്ങളും സമരങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈവൻ BArc പോലുള്ള കുട്ടികളെ അടക്കം, BPharm പഠിക്കുന്ന കുട്ടികളടക്കം ആ സമരത്തിലേക്ക് എഞ്ചിനീയറിംഗിന്റെ കൂടെ പ്രശ്നത്തിന് ഇറങ്ങിയപ്പോഴും ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ മാത്രം ഒരു പ്രശ്നത്തിനും പോവാതെ വളരെ നല്ല കുട്ടികളായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരികയും വളരെ ഡീസന്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാതെ തന്നെ ആ കോളേജിൽ ക്ലാസ് നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്തു. അത്
MBA ഡിപ്പാർട്ട്മെന്റിലെ നെഹ്റു സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലെ മക്കൾ മാത്രമായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മേലധികാരി നമ്മുടെ ഡോക്ടർ ഉമേഷ് നീലകണ്ഠൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിന്റെ മുമ്പിൽ ആ കുട്ടികൾ എല്ലാവരും സാറിനെ അനുസരിച്ച് പോവുകയും ആർക്കും ഒരു ഗ്രീവൻസസും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഒരു പ്രശ്നമില്ലാണ്ട് അതിനെ ടോളറേറ്റ് ചെയ്ത് സഹകരിച്ച് മുമ്പോട്ട് പോവുകയുണ്ടായി. അതാണ് ഡോക്ടർ ഉമേഷ് നീലകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാറിനോടൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് സാറിനോട് കാറിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അക്കാഡമിക്സിനൊക്കെ പറ്റിയിട്ട്. എന്തായാലും സാറിന്റെ നാളത്തെ യാത്രകളും തിരക്കുകളൊക്കെ ഉള്ള സമയത്തും നമ്മുടെ കൂടെ എത്രയും സമയം സാർ ഇരുന്ന സാഹചര്യത്തിൽ താങ്ക് യു സോ മച്ച് സാർ. ഞങ്ങള് ഇനിയും വീണ്ടും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ പ്രത്യേക സാർ ഇപ്പോ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് സാറിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതെങ്ങനെ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. സാർ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിരുന്നിട്ടുണ്ടോ എല്ലാം സക്സസ്ഫുൾ ആക്കി അഡ്മിഷൻ കൂട്ടിയ ചരിത്രമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഈ മെമ്പേഴ്സിൽ ഒരുപാട് പേര് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഉമേഷ് സാർ. ഹി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. നമ്പർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്തായാലും ഈ ക്ലാസ്സിനോട് സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മാത്രമല്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ചതോടെത്തി ഒരുപാട് വിലപ്പെട്ട അറിവുകൾ പങ്കുവെച്ച് ഉമേഷ് സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. Thank you all. Thank you very much, Dr. Najim, for a great opportunity. Thank you.